السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇത്തഖുല്ലാഹ ഹൈസുമാ കുൻതും. ആദരണീയരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ ഗൗനിച്ച് അവൻ്റെ നിർദ്ദേശങ്ങളെയും നിയമങ്ങളെയും പാലിച്ച് ഒരു നല്ല മുഅ്മിനായി മുവഹ്ഹിദായി ജീവിച്ചു മരിക്കാൻ സർവശക്തനായ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. മരണം എന്ന ഈ മൂന്നക്ഷരം, മൗത്ത് എന്ന് പറയുന്ന ഈ ശബ്ദം നിരന്തരം കേട്ട് പരിചയമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ജനിച്ചു എന്നത് സത്യമാണ്, എന്നാൽ മരണം ഉറപ്പാണ്. നിരീശ്വരവാദികൾ പോലും മരണം എന്ന് പറയുന്ന ഒന്നിനെ നിഷേധിക്കുന്നില്ല. കാരണം അത് പ്രകൃതിയിൽ അവൻ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ അവർക്ക് തർക്കമില്ല. ലോകത്തെ വിറപ്പിക്കാൻ ശ്രമിച്ച പല നേതാക്കന്മാരും ലോകത്തോട് വിട പറഞ്ഞുപോയി. നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഇന്നും ഒന്ന് കാണാമായിരുന്നു, ഒന്ന് ചെല്ലാമായിരുന്നു, ഒന്ന് സംസാരിക്കാമായിരുന്നു എന്ന് വിചാരിക്കുന്ന മഹാവ്യക്തിത്വമാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 63-ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞു. സന്തത സഹചാരിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 63-ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞു. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു 63-ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞു. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു 63-ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞു. നമ്മുടെ ശരാശരി ജീവിതകാലം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ബൈന 60 വ 70, 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. ഈ പറഞ്ഞ സഹാബികളൊക്കെ ഈ 60-ന്റെയും 70-ന്റെയും ഇടയിൽ മരണപ്പെട്ടവരാണ്. ഒരു ശരാശരി ഒരു മുസ്ലിമിൻ്റെ, മുഅ്മിനിൻ്റെ ശരാശരി ഒരു മനുഷ്യൻ്റെ ജീവിതകാലം എന്നത് ഈ 6-7 പതിറ്റാണ്ടിൻ്റെ ഇടയിലാണ് എന്നാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾക്ക് 70-ന്റെ മേലെ കിട്ടിയേക്കാം, 80-ന്റെ മേലെയും ലഭിച്ചേക്കാം. അങ്ങനെ കൂടുതൽ ലഭിച്ചാൽ നിങ്ങൾക്ക് ലഭിച്ച ഒരു പ്രത്യേക ആനുകൂല്യമായിട്ടാണ് അതിനെ കാണേണ്ടത് എന്നാണ് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി. അതിനത്തോളം മറുപടിയും നമ്മൾ പറയേണ്ടി വരും. ഓരോ പ്രായം കൂടുതൽ കിട്ടും തോറും ആ കിട്ടിയ സമയത്തെക്കുറിച്ച് മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടി വരും റബ്ബിൻ്റെ കോടതിയിൽ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മരണം നമ്മെ തേടിയെത്തും എന്നാണ് ഖുർആൻ പറഞ്ഞത്. നമുക്കൊക്കെ അറിയുന്ന സൂറത്തുൽ ജുമുഅയിൽ അല്ലാഹു എന്താ പറഞ്ഞത്? ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു. ഖുൽ, പറയൂ നബിയേ, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. മരണമെന്ന് പറയുന്ന ഈ പ്രതിഭാസത്തിൽ നിന്ന് നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. നമ്മളൊക്കെ മരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്.
ചെറിയൊരു ഹൃദയസ്തംഭനം വന്നപ്പോൾ എത്രത്തോളം വെപ്രാളപ്പെട്ടിട്ടുണ്ട് നമ്മൾ. നമ്മുടെ ഉപ്പാക്ക്, നമ്മുടെ ഉമ്മാക്ക്, നമ്മുടെ ജേട്ടന്, നമുക്ക് ഒരു ചെറിയ ബ്ലോക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ കടന്നു വരുന്ന ചിന്തകൾ എന്തൊക്കെയാണ്? ഏതൊക്കെ വിധത്തിൽ ട്രീറ്റ്മെന്റുകൾ നടത്താൻ പറ്റുമോ നടത്തണം. അതിന് ഇസ്ലാം എതിരല്ല. ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, ഇനിയും ഈ ഭൂമിയിൽ നിൽക്കാനുള്ള, കൂട്ടുകുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള, തൻ്റെ സഹധർമ്മിണിയുടെ കൂടെ നിൽക്കാനുള്ള, തൻ്റെ പ്രിയങ്കരനായ ഭർത്താവിൻ്റെ കൂടെ നിൽക്കാനുള്ള, തൻ്റെ കൊച്ചുമക്കളുടെ കൂടെ നിൽക്കാനുള്ള, വാപ്പയുടെയും ഉമ്മയുടെയും കൂടെ നിൽക്കാനുള്ള അതിയായ മോഹം, താല്പര്യം, ഈ ഭൂമിയോടുള്ള, ഇവിടുത്തെ ജീവിതത്തോടുള്ള, ഇവിടുത്തെ കച്ചവടത്തോടുള്ള, ഇവിടുത്തെ സാമ്പത്തിക രംഗങ്ങളോടുള്ള, ഈ ഭൂമിയുടെ പളപളപ്പിനോടുള്ള മനുഷ്യന്റെ ആഗ്രഹവും താല്പര്യവും എത്രത്തോളമാണ്? നിങ്ങൾ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. പക്ഷെ അത് നിങ്ങളെ വന്ന് കണ്ടുമുട്ടുക തന്നെ ചെയ്യും, നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. എന്നിട്ടോ ദൃശ്യവും അദൃശ്യവും അറിയുന്ന, രഹസ്യ പരസ്യങ്ങൾ അറിയുന്ന ആ റബ്ബിങ്കലേക്കാണ് നിങ്ങളെ മടക്കിക്കൊണ്ടുപോകുന്നത്. എല്ലാം അറിയുന്ന റബ്ബ്. ഇവിടെ ഈ മുഖം, ഇതിനപ്പുറം ഒരു മുഖമുണ്ടായിരുന്നോ എന്ന് നാട്ടുകാർക്കറിയില്ല. ഇരുട്ടിന്റെ മറവിൽ നിനക്ക് മറ്റൊരു മുഖമുണ്ടായിരുന്നോ എന്ന് ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കും അറിയില്ല. എല്ലാം അറിയുന്ന ലോകരക്ഷിതാവായ റബ്ബിന്റെ മുന്നിൽ അവൻ ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാണ്, രഹസ്യ പരസ്യം അറിയുന്നവനാണ്. ഹൃദയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന, അതിനുള്ളിൽ കിടക്കുന്ന, ഖൽബിനുള്ളിൽ കിടക്കുന്ന വികാരങ്ങളെയും വിചാരങ്ങളെയും ചിന്തകളെയും അറിയുന്നവനാണ്. അവന്റെ അടുക്കലേക്കാണ് കൊണ്ടുപോകുന്നത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തിരുന്നോ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ വിവരങ്ങനെ തരും. ഷിഹാബെ, ഇബ്രാഹിമെ, അബൂബക്കറെ, മുസ, സുലൈമാൻ, മുഹമ്മദ്, അഹ്മദ്, ഇത് നീ ചെയ്തിട്ടുള്ളതാണ്, ഇത് നീ പറഞ്ഞിട്ടുള്ളതാണ്, നീ കാണിച്ചിട്ടുള്ളതാണ്. ചില ആളുകളെ സ്വർഗത്തിലേക്ക് വിടാൻ അള്ളാഹ് തീരുമാനിച്ച ചില ആളുകളാണ്. പക്ഷേ കുറച്ചൊക്കെ തെറ്റുകൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ആരും അറിഞ്ഞിട്ടില്ല എന്നത് അവന് ഈ ഭൂമിയിൽ ഒരു മുഖമൂടിയായിരുന്നു. പക്ഷേ കുറേ നന്മ ചെയ്ത മനുഷ്യനാണ്. ഈ തിന്മകൾ ആരും കണ്ടിട്ടില്ല എന്നവൻ വിചാരിക്കാൻ പാടില്ല. അതുകൊണ്ട് അവനെ അല്ലാഹ് ഒറ്റക്ക് നിർത്തിയിട്ട് ഇവൻ ചെയ്ത ചെറിയ തിന്മകൾ അങ്ങനെ കാണിച്ചിട്ട് പറയും, ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് നീ വിചാരിക്കരുത്. ഇരുട്ടിന്റെ മറവിൽ, പാതിരാത്രിയിൽ, അന്ത്യയാമങ്ങളിൽ, ആരും അറിയാതെ, ആരും കാണാതെ നീ ചെയ്തത് ആരും അറിഞ്ഞിട്ടില്ല എന്ന് നീ വിചാരിക്കരുത്. ഇതൊക്കെ നീ ചെയ്തതാണെന്ന് പറഞ്ഞ്, പക്ഷെ ഭൂമിയിൽ ആരും അറിയാതെ ഈ തിന്മകളെ ഞാൻ രഹസ്യമാക്കിയതാണ്. നീ ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജനകോടികൾ, ആദം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മനുഷ്യന്മാരുടെ കൂട്ടത്തിലെ ആദ്യത്തെ ആള്, ലോകം അവസാനിച്ചന്ന് ജനിച്ചു വീണ ഏറ്റവും അവസാനത്തെ കുഞ്ഞ്, ജനകോടികൾ ഒരുമിച്ച് നിൽക്കുന്ന ഈ കോടതിയിൽ നിന്റെ അഭിമാനത്തെ പിച്ചി ചീന്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആരും അറിഞ്ഞിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല എന്ന് നീ വിചാരിക്കരുത്. ഇതൊക്കെ നീ ചെയ്തതാണെന്ന് പറഞ്ഞ് അവന് മാത്രം അവൻ ചെയ്ത തിന്മകളെ സ്വകാര്യമായി കാണിച്ച് പൊയ്ക്കോ എന്ന് പറയുന്ന ഒരു രംഗമുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തുക. അപ്പോൾ ഒരായത്ത് നമ്മൾ പറഞ്ഞു. ഏതായത്ത്? ഖുലിന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. സൂറത്തുൽ ജുമുഅ. ഈ മരണം നമ്മെ തേടി വരും, ഏത് കോട്ടക്കുത്തളങ്ങളിൽ ഒളിച്ചാലും. ചിലപ്പോൾ നമ്മുടെ മരണം തളിപ്പറമ്പെന്നായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ മരണം യാത്രയിലായിരിക്കാം, നമ്മുടെ മരണം ഫ്ലൈറ്റിലായിരിക്കാം, നമ്മുടെ മരണം കപ്പലിലായിരിക്കാം, നമ്മുടെ മരണം കാറിലോ ബസ്സിലോ വാഹനങ്ങളിലോ ആയിരിക്കാം, വീടിൻ്റെ റൂമിലായിരിക്കാം. നാം സന്തോഷ പുളകിതരായി നിൽക്കുന്ന വേളയിലാകാം, എവിടെയെന്ന് നമുക്കറിയില്ല.
റബ്ബിന് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വെച്ച് മരിക്കാൻ നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹ് കോപിച്ച ഒരു സ്ഥലത്ത് വെച്ച് മരിക്കരുത്. അല്ലാഹ് വെറുക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ മരിക്കരുത്. ചീത്ത കൂട്ടുകാരന്മാരിൽ ഇരുന്ന് വൃത്തികേട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ റൂഹിനെ പിടിക്കാൻ സർവശക്തനായ അള്ളാഹുവിന് മലക്കുകളോട് ഓർഡർ ഇടാൻ ഒരു പ്രശ്നമില്ല. അവിടെ വെച്ച് നമ്മെ മരിപ്പിക്കരുത്. അതുകൊണ്ട് നന്മയുടെ സ്ഥലത്ത് വെച്ച് ചില സഹാബികൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അള്ളാഹുവേ നിസ്കാരത്തിലായിരിക്കെ ഞങ്ങളെ മരിപ്പിക്കണേ എന്ന്. അങ്ങനെ ചില സഹാബികൾ സുബഹി നേരത്ത് നിസ്കരിക്കുമ്പോൾ മരിച്ചിട്ടുണ്ട്. ചില ആളുകൾ ഇശാ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചിട്ടുണ്ട്. നിസ്കാരത്തിൽ മരിച്ചു. പടച്ചോനെ നന്മയിലായിരിക്കെ ഞങ്ങളെ മരിപ്പിക്കണേ. നിന്റെ ദീനിന്റെ പ്രബോധനത്തിനും നിന്റെ ദീനിന്റെ ദഅവത്തിനും നിന്റെ ദീനിന്റെ പ്രചാരണത്തിനും നിന്റെ വഹ്ദാനിയത്ത് ലോകത്തിന്റെ മുമ്പിൽ എത്തിക്കുന്നതിന് വേണ്ടിയും ഞങ്ങൾ നടത്തുന്ന കൊച്ചു കൊച്ചു ദഅവാ പ്രവർത്തനങ്ങൾക്കിടയിൽ നെറ്റിത്തടത്ത് വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞുകൊണ്ടിരിക്കെ ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ്. ദീർഘകാലം ഞങ്ങളെ നീ വാട്ടർ ബെഡിലൊന്നും കിടത്തി കളയല്ലേ റബ്ബേ. നല്ല രൂപത്തിൽ ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ്. അപകട മരണങ്ങളിൽപ്പെട്ട് ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാഹുവോട്. നമുക്കെല്ലാവർക്കും അല്ലാഹു ആരോഗ്യവും ആഫിയത്തുമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ദീർഘായുസ് ലഭിക്കണം, കൂടെ ആഫിയത്ത് ഉണ്ടാവണം. കുറേ കൊല്ലം കടന്നു ബെഡിൽ കാര്യല്ലേ. ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തി രക്ഷിക്കുമാറാകട്ടെ. കാരണം വെറുതെ വിടുമെന്ന് നമ്മൾ ആരും വിചാരിക്കണം. അങ്ങനെയാണ് അല്ലാഹു ഖുർആനിൽ ചോദിച്ചത്, അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ. വെറുതെ വിട്ടേച്ച് കളയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളെ അങ്ങ് വെറുതെ വിടും. ഭൂമിയിൽ ഇങ്ങനെ സുഖമായിട്ട് നടക്കായിരുന്നു. ആരും ചോദിക്കാനില്ല, ആരും പറയാനില്ല. നിനക്ക് മേലൊരു വാക്ക് പറയാൻ ആരുമില്ല. നിന്റെ ഓർഡറാ വീട്ടില്, നിന്റെ ഓർഡറാ കമ്പനിയില്, നിന്റെ ഓർഡറാ ഫാക്ടറിയില്, നിന്റെ കൽപ്പനയാണ് ഷോപ്പില്. നീയായിരുന്നു മേലെ. നിനക്ക് മേലെ വർത്തമാനം പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ വെറുതെ അങ്ങ് വിട്ടേച്ച് കളയുമെന്ന്? ഇത് ഞാനും നിങ്ങളും നമ്മുടെ മനസ്സുകളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അപ്പൊ ഈ ഭൂമി എന്ന് പറഞ്ഞാൽ ഈ മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സമയമാണല്ലോ ഈ ഭൂമി. വിശദീകരിക്കാതെ പറഞ്ഞാൽ 5 ഘട്ടങ്ങളാണെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതി പറഞ്ഞു. യഅലമു അന്നമൽ ഹയാത്തു ദുനിയ അന്നമൽ ഹയാത്തു ദുനിയ ലഇബുൻ. വിശദീകരിക്കണില്ല, കളിയുടെ ലോകാണ്. അതൊക്കെ കഴിഞ്ഞു നമുക്ക്. ലഹ്വുൻ സീനത്തുൻ തഫാഖുറുൻ തകാസുറുൻ. 5 ഘട്ടം ഞാൻ വിശദീകരിക്കില്ല, അങ്ങോട്ട് പോയാൽ കുറേ വിശദീകരിക്കണം. 1 കളി, 2 വിനോദം, അവിടെ പോവുക ഇവിടെ പോവുക അങ്ങനെ. പിന്നെ സീനത്ത് അലങ്കാരം. നമുക്ക് നമ്മളെ ബോഡിനെ കുറിച്ചും നമ്മുടെ ശരീരത്തെക്കുറിച്ചൊക്കെ ഒരു അലങ്കാരം തോന്നുന്ന സമയമുണ്ട്. കണ്ണാടിക്ക് മുന്നിലൊക്കെ ചെന്ന് ഇങ്ങനെ നെഞ്ചൊക്കെ നിവർത്തി നിന്ന് മസിലൊക്കെ ഒന്ന് സ്വയം പിടിച്ചു നോക്കി, കരാട്ടക്കും ജിമ്മിനൊക്കെ ഒന്ന് പോയാൽ തിരക്കടില്ല എന്ന് തോന്നി, മണൽ നിറച്ച ചാക്കിലൊക്കെ ഒന്ന് കുത്തി നോക്കി, അങ്ങനെ ഒരു അലങ്കാരത്തിൻ്റെ പ്രായമുണ്ട്. പിന്നെ തഫാഖുർ തകാസുർ, തകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. മക്കളെ തൊട്ട് പെരുമ പറയാം. അപ്പം അങ്ങനെ കസാരയിലൊക്കെ ഇരുന്ന് അങ്ങാടിയിലൊക്കെ ചെന്ന് ഷോപ്പിലൊക്കെ ചെന്ന് അതിൻ്റെ സോഫയിലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് അതേ പ്രായത്തിലുള്ള 4-5 ആളുകളൊക്കെ വന്നിങ്ങനെ വർത്തമാനം പറയാൻ. മൂത്ത മോൻ അമേരിക്കയിലാണ്, മറ്റേ ആളുടെ മോൻ റഷ്യയിലാണ്, മറ്റേ ആളുടെ കാനഡയിലാണ്, ഒരു മോളെ ഉള്ളൂ എനിക്ക്, ഓള് കുവൈത്തിലാണ്. ഇതൊന്നും ചോദിച്ചിട്ടില്ല, അങ്ങനെ പറയാണ്. ഇതൊന്നും അപ്പുറത്തുള്ള ആൾ ചോദിച്ചിട്ടില്ല. ബസ്സെന്ന് പരിചയപ്പെട്ടതാ, റെയിൽവേ സ്റ്റേഷനിൽ പരിചയപ്പെട്ടതാ, അങ്ങനെ പറയും. തളിപ്പറമ്പിലെ ഫസ്റ്റ് കാണുന്ന ബിൽഡിങ്ങിൻ്റെ മൂത്ത മോൻ്റെതാണ്. അയാൾക്ക് ഇപ്പം എന്താ? അപ്പുറത്തിരിക്കണ നിങ്ങളെ മൂത്ത മോൻ്റെതാണെങ്കിൽ എന്താ പ്രശ്നം? ഇല്ല, വെറുതെ അങ്ങോട്ട് പറയാണ്. അതാണ് മക്കളെ തൊട്ട് ഇങ്ങനെ പെരുമ പറയുക, പെരുമ നടിക്കുക, സമ്പത്തിൻ്റെ തൊട്ട് പെരുമ പറയുക, പിന്നെ അഹന്ത വരിക, ഗമ വരിക. ഇതൊക്കെയാണ് ജീവിതത്തിൻ്റെ റൊട്ടേഷൻ. കളിയിൽ, തമാശയിൽ, വിനോദത്തിൽ, അലങ്കാരത്തിൽ, പരസ്പരമുള്ള ഈ പെരുമയിൽ, അഹങ്കാരത്തിലൊക്കെ ഇങ്ങനെ കടന്നു പോകുന്ന ഇടയിൽ ഈ ജീവിതത്തിൻ്റെ റൊട്ടേഷനിൽ ഏത് സമയത്തും വിളിക്കാം. കുട്ടിക്കാലത്ത് തിരിച്ചു വിളിക്കാം, യൗവനത്തിൽ തിരിച്ചു വിളിക്കാം, പ്രായാധിക്യമേറത്തെന്ന് പരീക്ഷിക്കാം, ആഫിയത്തുള്ള ദീർഘായുസ് എന്ന് പരീക്ഷിക്കാം, രോഗം കൊണ്ട് ബെഡ് റെസ്റ്റിൽ കിടന്ന് പരീക്ഷിക്കാം. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എപ്പോ മരിക്കുകയാണെങ്കിലും
ഏത് സമയത്ത് മരിക്കുകയാണെങ്കിലും പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചു മരിക്കാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. മരണം മനുഷ്യന്റെ, ആ മരണത്തിന്റെ രുചി അറിയാതെ ഒരൊറ്റ മനുഷ്യനും കടന്നു പോവില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, മരണത്തിന്റെ രുചി ആസ്വദിക്കും. മരിക്കുന്നല്ല അല്ലാഹു പറയണത്, മരണത്തിനൊരു രുചിയുണ്ട്. മരണത്തിന് ഒരു രുചിയുണ്ട്. എന്താണ് ആ രുചി? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ലോകത്തിലെ ഏറ്റവും നല്ല വ്യക്തിത്വം. അള്ളാഹു തങ്ങളായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നാളെ പരലോകത്ത് ചേർന്നു നിൽക്കാൻ, സ്വർഗീയ പൂങ്കാവനത്തിൽ ചേർന്നു നിൽക്കാൻ, ആ മുത്തുനബിയുടെ കൂടെ നിന്ന് ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹുവിനെ കണ്ണു നിറയെ കാണാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിലെത്തിയ ആളുകൾ അള്ളാഹിനെ കാണുന്ന, അള്ളാഹ് കാണിക്കും. സിയാദ, സ്വർഗത്തിൽ കൊടുക്കുന്ന ഒരു വർധനവാണത്. അള്ളാഹിനെ കാണുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ഭൂമിയിൽ വലിയ സെലിബ്രിറ്റികളെ കാണാനുള്ള തിക്കും തിരക്കും, ഈ ലോകം മുഴുവനും ഒരുക്കിയ റബ്ബിനെ കാണാൻ, നേർക്ക് നേരെ കാണാനുള്ളൊരു ഭാഗ്യം കിട്ടുക. വിശ്വസിക്കാൻ പറ്റുന്നില്ല നമുക്ക്. നമ്മുടെ എല്ലാ സങ്കല്പങ്ങൾക്കും അപ്പുറമാണത്. ഫമൻ കാന യർജു ലിഖാഅ റബ്ബി ഫൽയഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. സൂറത്തുൽ കഹ്ഫ് അവസാനത്തെ ആയത്ത്. ആര് അല്ലാഹനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടോ, എന്താ പറഞ്ഞേ? ഫമൻ കാന യർജു ലിഖാഅ റബ്ബി, ആര് അവന്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഫൽയഅമൽ അമലൻ സാലിഹൻ, അവൻ സൽക്കർമ്മം ചെയ്യട്ടെ, നന്നായിട്ട് പ്രവർത്തിച്ചോളി. നിസ്കാരം, സുന്നത്ത്, സ്വതക്ക, സക്കാത്ത്, ചിരിക്കുക, ഏറ്റവും ചെറിയ പുണ്യാണത്. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅ, നന്മയിൽ ഒന്നിനെയും നിങ്ങൾ ചെറുതായി കാണണ്ട. ആര് പറഞ്ഞേ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റോട്ടിലൊരു ചെറിയ വള്ളി കിടക്കുന്നുണ്ട്, ഒരു കയറ്. നടന്നു പോകുന്ന ആളുടെ കാലിൽ കുടുങ്ങി വീഴാൻ സാധ്യതയുണ്ട്. എടുത്തിട്ട് സൈഡ് കിട്ടോ, പുണ്യ. ഒരാളുടെ ചിരിച്ചാൽ കൂലിട്ടും, ഒരാളുടെ ഇളിച്ചാൽ കുറ്റം കിട്ടും. ചിരിക്കലും ഇളിക്കലും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? ചിരിച്ചാൽ കൂലിയാ, എന്നാൽ ഒരു കളിയാക്കിയിട്ടൊന്ന് ഇളിച്ചാലോ അതിന് കുറ്റ. എല്ലാ ചെറുതിനും നമുക്ക് പുണ്യുണ്ട്, ഒന്നിലും മാറി നിൽക്കണ്ട. അഫ്ഷു സലാമ ബൈനക്കും, സലാം വ്യാപിപ്പിച്ചോളി, സ്നേഹം ഉണ്ടാവും. പള്ളിക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ കണ്ടു, സലാം പറഞ്ഞു. പിന്നെ അവിടുത്തെ ഇങ്ങനെ പോയിട്ട് ആ ഹൗദിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ കണ്ടു, വീണ്ടും സലാം പറഞ്ഞു. സഹാബികൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വലിയൊരു മരം, വലിയൊരു കല്ല് കണ്ടാൽ രണ്ട് സഹാബികൾ സലാം പറഞ്ഞ് വർത്താനം പറഞ്ഞിങ്ങനെ പോവുക. പെട്ടെന്നൊരു പാറ, ഒരാൾ ഇപ്പുറത്ത് ഒരാൾ പാറൻ്റെ അപ്പുറത്തും വന്നിട്ട് രണ്ടാമത് ഇവിടുന്ന് കാണുമ്പോൾ അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നമ്മളോട് ഇപ്പോൾ ഇവിടുന്ന് ഒരു സലാം പറഞ്ഞ് പിന്നെ പൈപ്പിൻ്റെ അടുത്തുനിന്ന് സലാം പറഞ്ഞു, എന്താ ഇയാൾക്ക് എപ്പോഴും ഇങ്ങനെ സലാം പറഞ്ഞുകൊണ്ട് എന്ന് തോന്നും നമ്മുടെ മനസ്സിൽ. സഹാബികൾ അങ്ങനെയാണ്. സഹാബികൾ എങ്ങനെ കൂലി എങ്ങനെ കിട്ടാൻ ചാൻസ് ഉണ്ടോ അതൊക്കെ വാങ്ങുകയാണ്. നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ സലാം പറഞ്ഞോ എന്ന് പറഞ്ഞാൽ ഒരു മതിലിൻ്റെ രണ്ട് സൈഡിലൂടെയും വന്നവർ സലാം പറയുമായിരുന്നു. അങ്ങനെ പുണ്യത്തിൻ്റെ വിഷയത്തിൽ മത്സരിക്കുകയാണ് ആര്? സ്വഹാബ കിറാം. അപ്പോൾ ഈ എന്തിനാണ് ഈ മത്സരം? മരിക്കുമ്പോൾ സുഖമായിട്ട് മരിക്കാനാണ്. മരണത്തിൻ്റെ ഒരു രുചി ഏറ്റവും നല്ല രൂപത്തിൽ ആസ്വദിച്ചിട്ടുണ്ടാവുക. ഞാൻ പറഞ്ഞല്ലോ, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നബിയോട് നമ്മളെ റൂഹ് പിടിക്കുന്ന പോലെയല്ല. നമ്മുടെയൊക്കെ റൂഹ് സമയമാകുമ്പോൾ വന്നിട്ട് പിടിക്കലാണ്. എന്നാൽ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹ് പിടിച്ചത് എങ്ങനെയാണ്? എങ്ങനെ റൂഹ് പിടിച്ചത്? ആ റൂഹ് പിടിക്കട്ടെ എന്ന് ചോദിച്ചു. നബിയെ, അള്ളാഹ് പറഞ്ഞയച്ചതാ. നിങ്ങളുടെ റൂഹ് പിടിക്കാൻ വേണ്ടി അള്ളാഹ് ഇങ്ങനെയാണ് പറഞ്ഞത്. എങ്ങനെ? നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് മടങ്ങണോ, നിങ്ങളുടെ റൂഹ് പിടിക്കണം. നിങ്ങൾക്ക് ഭൂമിയിൽ തന്നെ തുടരണോ, നിങ്ങളുടെ റൂഹ് വിട്ടേക്കണം, പിടിക്കണ്ട. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചോദ്യമല്ല. അള്ളാഹിൻ്റെ റസൂലിനോട് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ റൂഹ് പിടിക്കാൻ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുൽ മൗത്തിനോടും മലായിക്കത്തുകളോടും പറഞ്ഞു, എനിക്ക് റബ്ബിങ്കലേക്ക് മടങ്ങാനാണ് ഇഷ്ടം. അങ്ങനെ റൂഹ് പിടിക്കുക, പതുക്കെ പിടിക്കുകയാണ്. സാധാരണ മുഅ്മിനീങ്ങളുടെ റൂഹ് പിടിക്കുന്നത് യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതം മർളിയ
ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഇങ്ങനെയാണ് സാധാരണ അല്ലേ? ഇതല്ല ഖുർആൻ പറഞ്ഞത്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ, പേടിക്കേണ്ട സമാധാനത്തിലുള്ള സമാധാനം കൈക്കൊള്ളുന്ന ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാളിയതം മർളിയ, തൃപ്തിയോടുകൂടി നിന്റെ റബ്ബിങ്കലേക്ക് നിനക്ക് മടങ്ങാം. കൊണ്ടുപോവാണ് നമ്മളെ. പേടിക്കണ്ട, ഭയപ്പെടണ്ട, സമാധാനത്തോടു കൂടി പോന്നോളൂ, നിങ്ങളുടെ റൂഹ് പിടിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് സമാധാനത്തിൽ മലക്കുകൾ പറഞ്ഞ്, ഇതുവരെ നമ്മൾ മലക്കുകളുടെ സൗണ്ട് കേട്ടിട്ടില്ല, അന്ന് കേൾക്കുകയാണ്. ഇതുവരെ നമ്മൾ മലക്കുകളെ കണ്ടിട്ടില്ല, അന്ന് കാണുകയാണ്. എന്നിട്ട് മലായിക്കത്തുകൾ നല്ല സമാധാനത്തിൽ വർത്തമാനം പറഞ്ഞിട്ട് പറയും, ഫദ്ഖുലി ഫീ ഇബാദി. നിങ്ങൾക്ക് മുമ്പ് പോയ കുറെ അടിമകളുണ്ട് റബ്ബിന്റെ. സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് മുമ്പ് കടന്നുപോയ നിങ്ങളുടെ ഉപ്പയുണ്ട്, വല്ലിപ്പയുണ്ട്, നിങ്ങളുടെ നാട്ടിലെ മനുഷ്യരുണ്ട്, നിങ്ങളുടെ ഉമ്മയുണ്ട്, നിങ്ങളുടെ ഉമ്മയുടെ ബന്ധുക്കളുണ്ട്, നാട്ടിലെ നല്ലവരായ മനുഷ്യരുണ്ട്. നല്ലവരാണെങ്കിൽ അവരൊക്കെ സ്വർഗത്തിലേക്കാണ്. ആ സ്വർഗത്തിലേക്ക് പോയ റബ്ബിന്റെ അടിമകളാകുന്ന എന്റെ അടിമകളുടെ കൂട്ടത്തിലേക്ക് താങ്കളും വരൂ എന്ന് പറഞ്ഞിട്ടാ കൊണ്ടുപോണത്. വദ്ഖുലി ജന്നതി. ഈ ആത്മാവിനോട് അല്ലാഹ് പറയാ, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ. അടക്കം ഒരു സ്ത്രീലിംഗം പ്രയോഗിക്കുകയാണ്, വദ്ഖുലി അല്ലേ? അത് ആത്മാവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. സ്വർഗത്തിലേക്ക് വരൂ. ഇങ്ങനെ മലക്കുകൾ പറഞ്ഞിട്ട് റൂഹ് പിടിക്കുക. സമാധാനത്തിന്റെ വർത്തമാനം അത് ഖുർആൻ മറ്റൊരു സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്ന, സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്ന. സമാധാനത്തിൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനമുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ മരിക്കുകയാണെങ്കിൽ, നമ്മൾ നല്ല മനുഷ്യരാണെങ്കിൽ നമുക്ക് സലാം പറഞ്ഞ് സമാധാനത്തിന്റെ വർത്തമാനം പറഞ്ഞ് നല്ല പേടിപ്പിക്കാതെയുള്ള സംസാരം നടത്തി നല്ല വേഷത്തിൽ, നല്ല രൂപത്തിൽ, നല്ല കോലത്തിൽ മലായിക്കത്തുകൾ വന്ന്, അതെ, നമ്മുടെ കണ്ണ് ആ മലായിക്കത്തുകൾ ഇങ്ങനെ അനുധാവനം ചെയ്ത് ഇങ്ങനെ നോക്കി ആസ്വദിച്ച്, അപ്പൊ റൂഹ് ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പൊ റൂഹ് ഇങ്ങനെ ശരീരത്തിൽ നിന്ന് പതുക്കെ ഈ മലക്കുൽ മൗത്തിന്റെ അടുത്തേക്ക് അവർ പിടിക്കുന്നതിലേക്ക് ഇങ്ങനെ ഒഴിഞ്ഞു പോവുകയാണ്. അങ്ങനെ ഒരു മരണം. കണ്ണൊക്കെ ഇങ്ങനെ മറിയും, കാലിങ്ങനെ കൂട്ടിപ്പിണയും. ആ സമയത്ത് ഇങ്ങനെ ഒരു മരണം കിട്ടുമ്പോൾ അത് മുഅ്മിനിന്റെ മരണമാണെങ്കിൽ സമാധാനത്തോടുകൂടിയുള്ള മരണം. ഈ മരണം മുഅ്മിന് പോലും സഹിക്കാൻ കഴിയില്ല. മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താ പറഞ്ഞത്? വഫാത്താകുന്ന സമയം ആയിഷ ബീവിയുടെ തോളിലേക്ക് ചെരിഞ്ഞു കിടന്നു ആദ്യം, പിന്നെങ്ങനെ ഊടുന്നിറങ്ങി മടിത്തട്ടിലേക്ക് വീണു. അവിടുത്തെ മടിയുടെയും നെഞ്ചിനുമിടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. എന്നിട്ട് ആയിഷ ബീവിയോട് കാലിങ്ങനെ ചുരുട്ടുന്നു, കാല് നിവർത്തുന്നു, കാല് ചുരുട്ടുന്നു, കാല് നിവർത്തുന്നു. പ്രവാചകന്റെ കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നു. ഞാൻ ഇല റഫീഖിൽ അഅല, ഉന്നതനായ കൂട്ടുകാരനിലേക്ക് പോവുകയാണെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ചാലിട്ടൊഴുകുന്നു, തല ഇളക്കുന്നു. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് പറയുന്നു, യാ ആയിഷ ഇന്ന ലിൽ മൗതി ലസക്കറാത്ത്, മരണത്തിന് എന്തൊരു വേദനയാണ് ആയിഷ, സഹിക്കാൻ പറ്റുന്നില്ല. ആര്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെയൊക്കെ മരണം എന്തായിരിക്കും? എനിക്ക് മരണത്തിന്റെ അസ്വസ്ഥത സഹിക്കാൻ പറ്റുന്നില്ല. ഒരു നനഞ്ഞ തുണി കൊണ്ട് എൻ്റെ നെറ്റിയൊന്ന് തുടച്ചുകൊണ്ട് ആയിഷ എന്ന് മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിലേക്ക് ആദ്യം കാലെടുത്ത് വെക്കുന്ന, സ്വർഗത്തിന്റെ 8 ഗേറ്റിലും ഇഷ്ടമുള്ള ഗേറ്റിൽ കിടക്കാൻ അല്ലാഹ് അനുവാദം കൊടുത്ത, ബാബു റയ്യാൻ മലർക്കെ തുറന്നു കൊടുക്കുന്ന, ബാബു സ്വദക്ക മലർക്കെ തുറന്നു കൊടുക്കുന്ന, ബാബു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഈ വാതിൽ മലർക്കെ തുറന്നു കൊടുക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് വഫാത്താകുന്ന സമയത്ത് പിടച്ചുപോയത്. ഇത് കണ്ട ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ഉറക്കെ കരയാൻ തുടങ്ങിയപ്പോൾ അള്ളാന്റെ റസൂൽ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു, ചെയ്യരുത്. മോളടുത്തേക്ക് വിളിച്ചു, മോളെ ചെവിയിൽ എന്തോ പറഞ്ഞു. സ്വഹാബികൾ പറഞ്ഞു, ആ പറഞ്ഞത് അധികം വൈകാതെ വാപ്പാന്റെ കൂടെ നീയും വരും, നീ പേടിക്കണ്ടെന്നാണ് എന്നാ. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ടില്ല, ഫാത്തിമ റളിയല്ലാഹു അൻഹയും പെട്ടെന്ന് ലോകത്തോട് വിട പറയുകയാണ്. ബാപ്പ പോവാണ്, ബാപ്പാക്ക് ഇഷ്ടപ്പെട്ടൊരു മോളാണ്, ആ മോളെ തനിച്ചാക്കി പോവാണോ? ബാപ്പ പോവാണ്, മോളും വരും ബാപ്പാന്റെ കൂടെ.
അല്ലേ? ഈ തങ്ങളായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും മരണത്തിൻ്റെ വേദന ഇത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? നല്ല മുഅ്മിനീങ്ങളുടെ മരണത്തെക്കുറിച്ച് ഖുർആൻ വീണ്ടും പറഞ്ഞു, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. എന്നെ ഖുർആൻ പറഞ്ഞു അല്ലേ? എന്താ അതിൻ്റെ അർത്ഥം? എത്ര ക്ലിയറാണ്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, നിശ്ചയമായും ഈ കൂട്ടം ആളുകൾ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞു. സുമ്മസ്തഖാമു, പറയുക മാത്രമല്ല എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിച്ചിട്ട് സുമ്മസ്തഖാമു, അതിൽ ഉറച്ചു നിന്നു, ഇസ്തിഖാമത്തോടു കൂടി നിന്നു. പിന്നെ പതറുന്നില്ല, ചാഞ്ചാട്ടമില്ല, ഉറച്ചു നിന്നു. അതേ അചഞ്ചലമായ തൗഹീദിൽ ഉറച്ചു നിന്നു. എന്നിട്ട് അവരുടെ അടുത്തേക്ക് അവരുടെ മരണസമയത്ത് തതനസ്സലു അലൈഹിമുൽ മലായികത്ത്, മലക്കുകളെ അല്ലാഹു അവിടേക്ക് ഇറക്കും. എന്നിട്ട് മലക്കുകൾ പറയും, അല്ലാ തഖാഫു, പേടിക്കണ്ട, വലാ തഹ്സനു, ദുഃഖിക്കണ്ട, വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗത്തെ തൊട്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ അല്ലാഹു ഓർഡർ ഇടുകയാണ്. സന്തോഷ വാർത്ത അറിയിക്കുക, അവർക്ക് സ്വർഗത്തിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത്. പടച്ചവൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗീയ പൂങ്കാവനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവാനാണ് ഞങ്ങൾ വന്നത്. അല്ലാ തഖാഫു, പേടിക്കണ്ട, വലാ തഹ്സനു, ദുഃഖിക്കണ്ട. ഇത് അല്ലാഹുവിന്റെ ഖുർആൻ പറയണത്. ആ ഒരു മരണം നമുക്ക് കിട്ടാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഇതിങ്ങനെ പറഞ്ഞ് മലക്കുകൾ റൂഹ് ഇങ്ങനെ പിടിക്കുമ്പോൾ റൂഹ് ഇങ്ങനെ ഒഴുകുന്ന ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക്, ചെരിച്ചു വച്ച പാത്രത്തിലേക്ക് വെള്ളം ഒഴുകുന്നത് പോലെ, ഒരു പാത്രം ചെരിച്ചു വച്ചാൽ ആ പാത്രത്തിലെ വെള്ളം വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഒഴുകുന്നത് പോലെ റൂഹ് ഈ വിശ്വാസിയുടെ ശരീരത്തിൽ നിന്ന് മലക്കുൽ മൗത്തിന്റെ കരങ്ങളിലേക്ക് ഇങ്ങനെ ഒഴുകും. എന്നിട്ടും വേദനയാണ്, എന്നിട്ടും വേദനയാണ്. അതാണ് മരണത്തിൻ്റെ ഒരു മുഖം. അല്ലാഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ, സ്വഹാബ കിറാമിന് നൽകിയ ഈ ഉത്തമമായ മരണം അല്ലാഹു നമുക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം മരണം നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒന്നാണ്. എന്നാൽ ഇവിടുന്ന് പോകണമെന്ന് ഉറപ്പാ, ഒരു സംശയമേ ഇല്ലാത്ത കാര്യമാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കം, അതിനപ്പം നമ്മൾ ഈ ക്ലാസ്സിലിരുന്നത് മരിക്കാൻ ഒരുങ്ങുകയാണ്. ളുഹർ നിസ്കരിച്ചത് മരണത്തോടു കൂടിയുള്ള യാത്രക്കുള്ള ഒരുക്കമാണ്. നമ്മൾ ആദ്യമായിട്ട് ഗൾഫിലേക്ക് പോകുന്ന ഒരാൾ, ദീർഘമായ യാത്ര ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് യാത്ര പോകുന്ന ഒരാൾ ജീവിതത്തിൽ ആദ്യ യാത്രയാണ്. അപ്പോൾ ചോദിക്കും എല്ലാവരും, ഉമ്മ ചോദിക്കും, വാപ്പ ചോദിക്കും, അതെടുത്ത മോനെ, ഇന്ന പേപ്പർ എവിടെ മോനെ, നിന്റെ ഇന്നാൾ ഏൽപ്പിച്ച ആ ബോക്സ് എവിടെ മോനെ, എല്ലാം ചോദിക്കാൻ ആളുണ്ടാവും. എന്നാൽ ഇവിടെ ഇരിക്കണ വാപ്പാര്, ചെറുപ്പക്കാര്, അനിയന്മാരോട്, വാപ്പ മക്കളോട്, ഉമ്മമാര് നിങ്ങളുടെ മക്കളോട്, പെൺകുട്ടികളോട്, ആൺകുട്ടികളോട് ചോദിച്ചിട്ടുണ്ടോ, മോനെ നിസ്കാരത്തിൻ്റെ ബാഗ് റെഡിയല്ലേ? ചിലപ്പോൾ നമ്മളെ ഇന്ന് തിരിച്ചു വിളിക്കുമല്ല. നമ്മളോട് ഇപ്പോൾ ഒരാൾ പറയണേ, പിന്നെ എനിക്ക് ഗൾഫിലേക്ക് ഒരു ചാൻസ് ഉണ്ട്, നല്ല ജോലി, നല്ല സാലറി ഉള്ളൊരു ജോലിയാണ്, പക്ഷെ എപ്പോഴാണ് വിളിക്കാന്നറിയില്ല. എപ്പോൾ വിളിച്ചാലും പാസ്പോർട്ടൊക്കെ റെഡിയല്ലേ? റെഡിയാ. എപ്പോൾ വിളിച്ചാലും അന്ന് കയറാൻ റെഡിയാവണം. അതുകൊണ്ട് ഒരു 10 ദിവസത്തിനുള്ളിൽ വിളിക്കാൻ സാധ്യതയുണ്ട്. റെഡിയായി നിൽക്കണം. വിളിച്ചാൽ പിന്നെ നാളെ മറ്റന്നാളെ എന്ന് പറയരുത്. റെഡി, ഞാൻ റെഡി, എപ്പോഴും പാക്കാക്കി റെഡിയാക്കി വെച്ച് ദൂരത്തേക്കൊന്നും പോവാതെ വിളി വന്നാൽ കയറാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എത്ര ജാഗ്രത ഉണ്ടാവും? നല്ലൊരു ചാൻസ് ആണെങ്കിൽ എത്ര ജാഗ്രത ഉണ്ടാവും? ഇതേപോലെ എപ്പോൾ വിളിച്ചാലും റെഡി ആയിക്കൊള്ളണം. വെറുതെ സിനിമ ടാക്കീസിൻ്റെ അടുത്തേക്ക് പോകരുത്, കാരണം വിളിച്ചാൽ പോകണം. മനസ്സിലായില്ലേ? കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും തോന്നിവാസത്തിൻ്റെയും കൂട്ടുകെട്ടിൻ്റെ അടുത്ത് പോയിരിക്കരുത്. ഞാൻ തൊട്ടിട്ടില്ല, ഞാൻ കഴിച്ചിട്ടില്ല, നോക്കിയിട്ടില്ല, പക്ഷെ ഞാൻ അവിടെ ഇരുന്നിട്ടേ ഉള്ളൂ. പറയണ്ട, വിളിച്ചാൽ പോകണം, വിളിച്ചാൽ പോകണം, വിളി വരും. ഇത് 10 ദിവസം എന്ന് നമ്മളോട് വിസനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് അതുമില്ല. ചിലപ്പോൾ 10 സെക്കൻഡ് ആയിരിക്കും, 10 മിനിറ്റ് ആയിരിക്കും, 10 മണിക്കൂറായിരിക്കും, 10 ദിവസമായിരിക്കും, 10 മാസമായിരിക്കും, 10 വർഷമായിരിക്കും, ചിലപ്പോൾ തീട്ടി കിട്ടിയേക്കാം. എപ്പോൾ വിളിച്ചാലും പോകണം. ആ വിളിക്കിങ്ങനെ റെഡിയായി നിൽക്കുക. എപ്പോഴാ വിളിക്കുക? എപ്പോഴാ? നാളെ എന്താ സംഭവിക്കുക പറയാൻ ലോകത്ത് ഒരാൾക്കും കഴിയില്ല. എന്താ സംഭവിക്കുക നാളെ? ഇപ്പൊ ഞാൻ ഇടയ്ക്കരയിൽ നിന്ന് യാത്ര ചെയ്ത് വന്നതാ. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ദിവസങ്ങളായി. അപ്പോൾ
വീട്ടിലേക്ക് തിരിച്ചെത്തുമോ അറിയില്ല. എൻ്റെ ഷർട്ട് ഞാനാണ് ഈ ബട്ടൺ ഇട്ടത്, ഈ ബട്ടൺ ചിലപ്പോൾ നിങ്ങൾ അയക്കേണ്ടി വരും. അള്ളാഹു നമുക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ. മോർച്ചലിലുള്ള ആളായിരിക്കും അയക്കുക, നമുക്കറിയില്ല ആരയക്കുക. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അണിഞ്ഞ ഷർട്ട്, നമ്മൾ അണിഞ്ഞ മുണ്ട്, പാൻറ് നമ്മുടെ കൈ കൊണ്ട് തന്നെ അയക്കുമെന്ന് പോലും പറയാൻ ഗ്യാരണ്ടി ഇല്ലാത്തവരാ നമ്മൾ. നല്ലൊരു ഷർട്ട് വാങ്ങിയിട്ട് ഇടുമ്പോൾ ഇത് ഞാൻ തന്നെ അയച്ച് മടക്കി വെക്കും എന്ന് പറയാൻ, ഇത് ഞാൻ തന്നെ അലക്കിക്കോളാം എന്ന് പറയാൻ ഉറപ്പില്ലാത്ത ആളുകളാണ് നമ്മൾ. എന്നിട്ട് മനുഷ്യർക്ക് ബോധമല്ലോ ഉണ്ടോ? ഒരു റെഫ്രിജറേറ്റർ വാങ്ങാൻ, പിന്നെ മറ്റെന്തെങ്കിലും ഒരു ഉപകരണം വാങ്ങാൻ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ അതിൻ്റെ ഗ്യാരണ്ടി പേപ്പർ സീൽ ചെയ്ത് ഡേറ്റ് ഇട്ട് വാങ്ങുമ്പോൾ, വാറണ്ടി പേപ്പർ വാങ്ങുമ്പോൾ, ഈ വാങ്ങാൻ പോയ മനുഷ്യന് ഇതുമായി വീട്ടിലെത്തുമെന്ന് ഉറപ്പ് പറയാനുള്ള ഗ്യാരണ്ടിയും ഇല്ല എന്ന് പഠിപ്പിച്ച മതം. ഇതുമായിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തും, ഞാൻ ഭാര്യനോട് വിളിച്ചറിയാൻ പറ്റുമോ, ഞാൻ ഉറപ്പായിട്ടും വരും, ഈ സാധനം കൊണ്ട് പറയാൻ പറ്റൂല. എൻ്റെ കൂടെ ഇൻഷാ അല്ലാഹ് എന്ന് ചേർക്കാതെ ഒരു വിശ്വാസിക്ക് പറയാൻ കഴിയില്ല. അതിനാ പറഞ്ഞത്, ഞാൻ വരും, നാളെ 10 മണിക്ക് ഞാൻ തളിപ്പറമ്പിൽ ഉണ്ടാകും എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കരുത്. അത് നിന്നെ പരീക്ഷിക്കും അല്ലാഹ്. എന്താ പറയേണ്ടത്? ഇൻഷാ അല്ലാഹ്. അല്ലാഹ് ഉദ്ദേശിച്ചാൽ. ഞാൻ വരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, എല്ലാം റെഡിയാണ്, തടസ്സങ്ങളൊന്നുമില്ല. അള്ളാഹു ഉദ്ദേശിച്ചാൽ തടസ്സം ചിലപ്പോൾ അല്ലാഹ് തരാം. അതാ മനുഷ്യൻ. അത്രയുള്ളൂ നമ്മൾ, അത്രയുള്ളൂ. നാളെ എന്ത് ചെയ്യും എന്ന് പറയാൻ, എന്ത് സമ്പാദിക്കുമെന്ന് പറയാൻ, നാളെ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റുമോ? പുതുമണവാളൻ മരിച്ചു, കൊക്കയിലേക്ക് ജീപ്പ് മറിഞ്ഞ്, കാറ് മറിഞ്ഞ്, വാഹനം മറിഞ്ഞ്, ട്രാവലർ മറിഞ്ഞ്. കഴിഞ്ഞ വർഷങ്ങളിലെ വാർത്തകളാണ്. അറിയോ, ഞാൻ പോകുന്നത് മരണത്തിന്റെ ഒരു പടുഗർത്തത്തിലേക്കാണെന്ന് അറിഞ്ഞാൽ ഈ പുതുമണവാളൻ ആ വാഹനത്തിൽ കയറിയിരിക്കുമോ? ഇരിക്കുമോ? ചെരുപ്പ് പൊട്ടി ഒരു സ്ത്രീയുടെ, നിങ്ങൾ വായിച്ചില്ലേ വാർത്ത? ചെരുപ്പ് പൊട്ടി ഒരു സ്ത്രീയുടെ. ഞാൻ ഈ ബസ് കയറുന്നില്ലായിരുന്നു, ഭർത്താവ് ശാഠ്യം പിടിച്ചു, ചെരുപ്പ് നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് വാങ്ങാം, വേറെ ബസ് വരാൻ കുറേ ടൈമുണ്ട്. സാധാരണക്കാരായ ഒരു ഭാര്യ ഭർത്താവാണ്. ബസ് ഇനി അടുത്ത ബസ് കുറേ സമയം കഴിഞ്ഞിട്ടാണ്. നിങ്ങളൊക്കെ വായിച്ച വാർത്തയാണ്. ആ സ്ത്രീയാണ്, ഞാൻ കയറൂല, പൊട്ടി ചെരുപ്പ്, ഇനി ചെരുപ്പ് വാങ്ങിയിട്ട് കയറിയാൽ മതി. ഭർത്താവ് അങ്ങാടിയിൽ വെച്ച് അവളോട് ശകാരിച്ചു, അവളെ കൈ വാങ്ങി തല്ലാന്. നേരം വൈകിക്കണ് വെറുതെ ഒരു ചെരുപ്പ് പൊട്ടിയ വിഷയത്തിൽ. അവൾ വാശി പിടിച്ചു, കയറിയില്ല, അയാളും കയറിയില്ല. രണ്ടാളും ദേഷ്യം പിടിച്ച് വീട്ടിലേക്ക് മടങ്ങി. ആ ബസ് 2.5 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ കൊക്കയിലേക്ക് മറിഞ്ഞു. അപ്പോൾ ആ ബസ്സിൽ അവർ യാത്ര ചെയ്യണ്ട എന്നാണ് അള്ളാന്റെ തീരുമാനം. മനസ്സിലായില്ലേ? അള്ളാന്റെ തീരുമാനം അവരതിൽ പോകണ്ടെന്നാ. അതിനാ പൊട്ടിയത്, നമുക്കറിയില്ല. മനസ്സിലായില്ലേ? അതിനാണ് പൊട്ടിയത്, അതിനാ വാശി ഉണ്ടായത്. അത് അവരതിൽ പെടുത്താൻ അല്ല ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പോൾ അവർക്ക് ആ പരീക്ഷണം കൊടുക്കാൻ അല്ല ഉദ്ദേശിച്ചിട്ടില്ല. നമുക്കറിയില്ല. നാളെ സൗദിയിലുള്ള ആള്, ദുബായിലുള്ള ആള്, UAE-യിലുള്ള ആള്, ഒമാനിലുള്ള ആള്, ഖത്തറിലുള്ള ആള്, ബഹ്റൈനിലുള്ള ആള്, കുവൈറ്റിലുള്ള ആള് ഇന്ന് അവിടെയാണ്. നാളെ മലപ്പുറത്ത്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എത്തേണ്ട ആളാ. നാളെ വരാൻ വിചാരിച്ചിട്ടേ ഇല്ല അയാൾ. പക്ഷെ അയാൾ മരിക്കേണ്ടത് നാളെ 4 മണിക്ക് കണ്ണൂരിലാണ്, നാളെ 3 മണിക്ക് കാസർഗോഡാ, നാളെ 2 മണിക്ക് കോഴിക്കോടാ, നാളെ 1 മണിക്ക് മലപ്പുറത്താണ് അയാൾ മരിക്കേണ്ടത്. ശരി, ഇന്ന് ഇതുവരെ കൂട്ടുകാരോട് പറഞ്ഞിട്ടില്ല ഞാൻ പോവാണ്, ഇപ്പം തോന്നും മനസ്സിൽ ഞാൻ പോവാണ്. പെട്ടെന്ന് ടിക്കറ്റ് കിട്ടും. സാധാരണ കിട്ടുന്നതിനേക്കാൾ എളുപ്പത്തിൽ ടിക്കറ്റ് കിട്ടും. അവൻ പെട്ടി റെഡിയാക്കും, നാട്ടിലേക്ക് മടങ്ങും. 1 മണിക്കാണ് അവന്റെ മരണം അല്ലാഹു തആല കണ്ണൂരിൽ വെച്ച് വിധിച്ചതെങ്കിൽ ആ സ്പോട്ടിൽ അവൻ കറക്റ്റ് 12:59 എത്തിയിരിക്കും. നമുക്കറിയില്ല നമ്മുടെ മരണം എവിടെയാണ്. നമ്മൾ പറയും മരിക്കാനായിട്ട് വന്നു. വല്ലാത്തൊരു സംഭവം തന്നെ കേട്ടോ. വരാൻ വിചാരിച്ചിട്ടില്ല. ഇതിനൊന്നും പ്രസക്തിയില്ല, ഈ വാക്കുകൾക്കൊന്നും പ്രസക്തിയില്ല. നമ്മളങ്ങനെ പറയാ, ഓനി 2 മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞതായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് വന്നു, മരിക്കാനായിട്ട് വന്നു. എന്നിട്ട് നമ്മളെല്ലാം പറഞ്ഞിട്ട് നമ്മൾ പറയും അങ്ങനെയായിരിക്കും അള്ളാന്റെ വിധി. അങ്ങനെയാണ്, അതാണ് അള്ളാന്റെ വിധി. മരിക്കാനായിട്ട് പോയി 10 കൊല്ലമായിട്ട് ഗൾഫ് പോണം എന്ന് പറഞ്ഞ് നിന്ന ആള് പോയി ചെന്ന് അവിടെ എത്തി മരിച്ചു. അതാണ് മരിക്കാനായിട്ട് യാത്രയായി. അള്ളാഹ് തീരുമാനിച്ചത് നിന്റെ മയ്യത്ത് അവിടെ വെക്കാനാണ്. അങ്ങനെ യാത്രയായി. പറയില്ല വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. ഏത് മണ്ണിലാണ് നീ മരിക്കുക? ഏത് മണ്ണിൽ? നിന്റെ ജനിച്ച നാട്ടിൽ, നിന്റെ നാട് വിട്ട്, നിന്റെ വീട് വിട്ട്, നിന്റെ കൂട്ടുകാരെ വിട്ട്, നിന്റെ സഹപ്രവർത്തകരെ വിട്ട്, നിന്റെ കുടുംബ ബന്ധുമിത്രാദികളെ വിട്ട്, എവിടെ വെച്ച് ഏത് മണ്ണിൽ നീ മരിക്കുമെന്ന് പറയാൻ കഴിയില്ല എന്ന് അല്ലാഹു തആലയുടെ ഖുർആൻ ആശങ്കക്ക് വകുപ്പില്ലാതെ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ മരണം
ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മുന്നിൽ വരുമ്പോ കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ്, ആരുണ്ട് മന്ത്രിക്കാൻ? അല്ലാഹു ചോദിക്കുക. മരണം ഇങ്ങനെ വന്നിട്ട് നമ്മളെ പിടികൂടി തൊണ്ടക്കുടിയിലെത്തി ഗൊറഗറ ശബ്ദമായി വായിൽ നിന്ന് നുരയും പരയും വരാൻ തുടങ്ങി. വെള്ളം ഒഴിച്ചാൽ കുറെ വെള്ളം അങ്ങ് പോകുമെന്ന വിധത്തിൽ നാവ് ഉള്ളിലേക്ക് വലിഞ്ഞു. വായൊന്ന് തുറന്നു നോക്കിയാൽ നാവ് ഇവിടെ കാണുന്നില്ല. പിന്നെ ഇങ്ങനെ നാവ് തൊണ്ടയിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. എന്നിട്ട് തൊണ്ടക്കുടിയിൽ മരണം വന്നിങ്ങനെ പടക്കുകയാണ്. റൂഹ് ഇങ്ങനെ പ്രിയപ്പെട്ടവരെ ശരീരത്തിൽ നിന്ന് പോവാൻ ഒരുങ്ങുകയാണ്. ആ സമയത്ത് അള്ളാഹു ചോദിക്കുകയാണ്, ആരുണ്ട് മന്ത്രിക്കാൻ? ആരുണ്ട് മന്ത്രിക്കാൻ? ബാപ്പ സാരല്ല എന്ന് പറയാൻ, ബാപ്പ നിങ്ങൾ മരിക്കൂല എന്ന് പറയാൻ, ബാപ്പ നിങ്ങൾക്ക് ഇനിയും ദീർഘായുസുണ്ടെന്ന് പറയാൻ, നിങ്ങളെ ഏത് ഹോസ്പിറ്റലിൽ ഞങ്ങൾ കൊണ്ടുപോവാന്ന് നമുക്ക് പറയാം. പക്ഷേ നിങ്ങൾക്ക് മരണം ഇന്ന് നടക്കൂല എന്ന് പറയാൻ ആർക്ക് കഴിയും? നിങ്ങൾക്ക് വേണ്ടി ഏത് കോടിയും മുടക്കാൻ ഞങ്ങൾ തയ്യാറാ. വാപ്പ കിഡ്നി തരാൻ ഞങ്ങൾ റെഡിയാ, കരൾ തരാൻ ഞങ്ങൾ റെഡിയാ. പടച്ചോന്റെ മാർഗത്തിൽ വാപ്പാനെ സ്നേഹിക്കാൻ ഞങ്ങൾ തയ്യാറാ. പക്ഷേ വാപ്പ നിങ്ങൾ കുറെ കാലം ഭൂമിയിൽ ജീവിക്കുമെന്ന് പറയാൻ കോടികൾ മുടക്കി ഒരു ശസ്ത്രക്രിയ നടത്തി തിരിച്ചു വരുമ്പോ, ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് മടങ്ങുമ്പോ ആ വാപ്പയോട് മക്കൾക്ക് പറയാം, ഞങ്ങൾ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കരൾ നിങ്ങൾക്ക് പരിച്ചു തരാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ വാപ്പ നിങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും മരിക്കുകയില്ല എന്ന് പറയാൻ, നിങ്ങൾക്ക് ദീർഘായുസുണ്ടെന്ന് പറയാൻ ആർക്ക് കഴിയും? ആർക്കാ കഴിയുക? അല്ലാന്റെ ചോദ്യമാണ്, ആരുണ്ട് മന്ത്രിക്കാൻ? വഖീലമൻ റാഖ്, ആരുണ്ട് മന്ത്രിക്കാൻ? വളന്ന അന്നഹുൽ ഫിറാഖ്, പോവുകയാണെന്ന് അവനെന്നെ മനസ്സിലാകുന്ന സമയം. ഞാൻ പോവാണ്, നമുക്കൊക്കെ മനസ്സിലാവും നമ്മൾ പോണ സമയം. നമ്മുടെ മരണത്തിൻ്റെ തൊട്ടടുത്ത നിമിഷങ്ങൾ നമുക്ക് മനസ്സിലാകും, ഞാൻ യാത്ര പോവാണ്. പക്ഷെ ചിലപ്പോൾ ഭാര്യനോടും മക്കളോടൊന്നും അത് ശരിക്കും വിശദീകരിച്ച് പറയാനൊന്നും കഴിയില്ല. ചില ആളുകൾക്ക് പറയാനും കഴിയും. ചില ആളുകൾ പറയും, എനിക്കിനി അധികം സമയമൊന്നുമില്ല, ഞാൻ പോവാണ്, എനിക്ക് മനസ്സിലായിട്ടുണ്ട്, എനിക്കിനി രക്ഷയില്ല എന്നൊക്കെ ചില ആളുകൾ പറയും. ചില ആളുകളിൽ ഒരുക്കങ്ങൾ നടത്തും. ഇപ്പം അടുത്ത കാലത്ത് ഇവിടെ അടുത്ത് ഒരാൾ മരിച്ചു. കടയിൽ ചെന്നിട്ട് ഒരു മയ്യത്തിൻ്റെ തുണി മുറിച്ചു വെക്കാൻ പറഞ്ഞ അയാൾ. മയ്യത്തിൻ്റെ തുണി കൊടുക്കുന്ന കടയിൽ ചെന്നിട്ട് പറഞ്ഞു, ഒരു കഫം പുടവ റെഡിയാക്കി വെക്കുക. ആർക്കാന്ന് ചോദിച്ചു. അത് ആൾ വരും, നിങ്ങൾ മുറിച്ചോളി, ഞാൻ ഒരാളെ പറഞ്ഞേക്കാൻ. ആത്മഹത്യക്കൊന്നും പോവല്ല, മനസ്സിലായില്ലേ? അത് മുറിച്ചു വെച്ചു. രാവിലെ 10 മണിക്ക്, അന്ന് രാത്രി 9 മണിയുടെയും 8 മണിൻ്റെ ഇടയിൽ അയാൾ മരിച്ചു. അപ്പോൾ തുണി വാങ്ങാൻ വേണ്ടി ഒരാൾ കടയ്ക്ക് ചെന്നപ്പോൾ കടക്കാരൻ ചോദിച്ചു, എന്തേന്ന് ചോദിച്ചു. അല്ല, ഒരു കഫം പുടവ വേണം, അതിന് വേണ്ടി വന്നതാ. ഇന്ന ആൾ രാവിലെ ഒന്ന് റെഡിയാക്കാൻ പറഞ്ഞിരുന്നു, അത് തന്നെ കൊണ്ടേക്കോളിയായിരുന്നു. അയാൾക്ക് തന്നെയാണിത്. അയാൾ പറഞ്ഞു പോയതാ. എന്തേ അയാൾക്ക് അങ്ങനെ തോന്നി മനസ്സിൽ, എൻ്റെ തുണി ഞാൻ എന്നെ വാങ്ങി വെക്കുകയെന്ന്. അത് പറഞ്ഞിട്ടാണ് മോൻ കരയണത്. വാപ്പ രാവിലെ തന്നെ തുണി വാങ്ങി വെച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓൻ കരയാ. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് അതിനിപ്പോൾ നമ്മൾ പ്രത്യേകം ദുഃഖിക്കേണ്ട ആവശ്യമില്ല. വാപ്പ വാങ്ങിയാലും നമ്മൾ വാങ്ങിയാലൊക്കെ കണക്ക് തന്നെയാണ്. വാപ്പ വാങ്ങിയാലും നമ്മൾ വാങ്ങിയാലൊക്കെ വിഷയമൊന്നും പ്രശ്നമല്ല. ഖബറിൽ എന്താണ് ഇനി എന്നുള്ളതാണ് പ്രശ്നം. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള പ്രശ്നം എന്താണെന്നുള്ളതാണ്. അപ്പം നമുക്കൊക്കെ നമ്മുടെ മരണം ചെരുപ്പിൻ്റെ വാറിനേക്കാൾ അടുത്തതാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസാഖ്, കാലും ഇങ്ങനെ പിണയ പോവുകയാണെന്ന് നമുക്ക് തന്നെ ഉറപ്പാവുക. പിന്നെ ആരും മന്ത്രിച്ചിട്ട് കാര്യമില്ല, എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. ചില ആളുകൾ ആ സമയത്താ പറയാ, പടച്ചോന്റെ മാർഗത്തിൽ അത് കൊടുക്കണം, ഇത് കൊടുക്കണം, ഇനി രക്ഷല്ല എന്ന് കാണുമ്പോൾ പടച്ചോനെ ഇന്ന തെറ്റൊക്കെ സംഭവിച്ചു. ഒറകറ ശബ്ദം തൊണ്ടയിൽ നിന്ന് വരുന്നത് വരെ നിന്റെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കും. വന്നാൽ പിന്നെ സ്വീകരിക്കൂല. അതുകൊണ്ട് നാളെ എന്ന് വെക്കാതെ, ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരെ ഞാൻ അവസാനിപ്പിക്കുക, നാളെ എന്ന് വെക്കാതെ ഇവിടെയുള്ള ചെറുപ്പക്കാരോട് എല്ലാവരോടും പറയാ, ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഓടിപ്പോണ്ട, 2 മിനിറ്റ് ഇരുന്ന് പടച്ചോനോട് പറയാ, റബ്ബേ ഇന്ന പ്രശ്നങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, എപ്പോഴാണ് മരിക്കാന്നറിയില്ലല്ലോ റബ്ബേ, പടച്ചോനെ നീ പുറത്തു തരണം, നീ അല്ലാതെ പുറത്തു തരാൻ ആരുമില്ല. പടച്ചോനെ നീ മാപ്പ് തരണം, നീ അല്ലാതെ മാപ്പ് തരാൻ ആരുമില്ല. പടച്ചോനെ നീ ഡിലീറ്റ് ചെയ്യണം എൻ്റെ റെക്കോർഡിൽ നിന്ന്, നീ അല്ലാതെ ഡിലീറ്റ് ചെയ്യാൻ ആരുമില്ല. പടച്ചോനെ നീ വിട്ട് തന്നില്ലെങ്കിൽ എൻ്റെ കാര്യം അപകടമാണ്. ഇവർക്കാർക്കും അറിയാത്ത ഇരുട്ടിൽ ഒരു മുഖം എനിക്കുണ്ടായിരുന്നു റബ്ബേ. ആർക്കും അറിയാത്ത ചെറിയ ചെറിയ തെറ്റുകൾ എൻ്റെ ഭാര്യയ്ക്ക് പോലും അറിയാതെ
എൻ്റെ ഉപ്പാക്കറിയാതെ, എൻ്റെ ഉമ്മക്കറിയാതെ, എൻ്റെ മക്കൾക്കറിയാതെ, എൻ്റെ ജേഷ്ഠാനിയന്മാർക്കറിയാതെ, എൻ്റെ കുടുംബ ബന്ധുമിത്രാദികൾക്കറിയാതെ പടച്ചോനെ ഇന്ന തെറ്റുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നീ എൻ്റെ അഭിമാനത്തെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ആരുടെ മുമ്പിലും എൻ്റെ രഹസ്യമായ തിന്മകളെ നീ വെളിപ്പെടുത്തിയിട്ടില്ല. റബ്ബേ, അത് നീ മായ്ച്ചു കളഞ്ഞ് എന്നെ ശുദ്ധീകരിച്ച് ഒരു നല്ല മുഅ്മിനായി, ഒരു നല്ല മുസ്ലിമായി, ഒരു നല്ല മുവഹിദായി, ഒരു നല്ല മുത്തഖിയായി മുന്നോട്ട് പോകാൻ പടച്ചവനെ അവസരം ഒരുക്കി തരണമേ എന്ന് പറയേണ്ടത് മറ്റുള്ളവരല്ല, നമ്മളാണ്. നമുക്ക് വേണ്ടി നമ്മൾ പറയണം. നമ്മുടെ കാര്യം നമുക്കേ അറിയുള്ളൂ. നമ്മുടെ കാര്യം നമുക്കേ അറിയുള്ളൂ. എൻ്റെ പ്രിയങ്കരനായ പിതാവ് 2002 മരിക്കുമ്പോൾ എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ എനിക്കിന്ന് MA ക്ലാസ് തുടങ്ങാൻ എനിക്കറിയാം. ഞാൻ ഫാറൂഖ് കോളേജിലേക്ക് MA പഠിക്കാൻ വേണ്ടി പോണ ഫസ്റ്റ് ദിവസം, ക്ലാസ് തുടങ്ങുന്ന 1ാമത്തെ ദിവസം വാപ്പനോട് പറഞ്ഞു, മോനെ എനിക്ക് ക്ലാസ് തുടങ്ങാൻ എനിക്കറിയാം, നീ പൊയ്ക്കോ, ഇന്ന് പോകണം, ഇന്ന് ക്ലാസ് തുടങ്ങുന്ന ദിവസം, ഇന്ന് പോവാതിരിക്കാൻ പറ്റൂല, പക്ഷെ പോയിട്ട് അവിടെ നിൽക്കരുത്, ഇങ്ങോട്ട് തന്നെ വരണം. എൻ്റെ വാപ്പ മരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. എൻ്റെ പ്രിയങ്കരനായ ഷിർക്കിലൊക്കെ ജീവിച്ച് പിന്നീട് തൗഹീദ് മനസ്സിലാക്കി ശക്തമായ തൗഹീദിൽ ജീവിച്ച എൻ്റെ പ്രിയങ്കരനായ പിതാവ് മരിക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ പോവുമായിരുന്നില്ല. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ വാപ്പ എൻ്റെ കൈ പിടിച്ച്, സാധാരണ ഞങ്ങൾ സലാം പറഞ്ഞ് പോവുക, കൈ പിടിച്ച് സലാം പറഞ്ഞ് പോവാന്നല്ലാതെ ഇങ്ങനെ പോകുന്ന നേരത്ത് ഇങ്ങനത്തെ ഒരു ടോക്ക് ഉണ്ടാവില്ല. പക്ഷേ പറഞ്ഞു, ചെയറിൽ ഇതേപോലെ ഒരു കസേരയിൽ ഇരുന്ന് തൊട്ടപ്പുറത്ത് ഉമ്മയുണ്ട്, അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, പൊയ്ക്കോ, ഇന്ന് ഇങ്ങോട്ട് തന്നെ വരണം എന്നെൻ്റെ പ്രിയങ്കരനായ പിതാവ്, പാവപ്പെട്ട മനുഷ്യൻ, ഞങ്ങളെ പോറ്റാൻ കഷ്ടപ്പെട്ട മനുഷ്യൻ, ആ മനുഷ്യൻ കൈ പിടിച്ച് പറഞ്ഞു, പൊയ്ക്കോ, തിരിച്ചു വരണം. ഞാൻ പോയി 1 മണിക്കൂറിനുള്ളിൽ എൻ്റെ പ്രിയങ്കരനായ പിതാവ് ലോകത്തോട് ഇവിടെ പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അങ്ങനെ നിങ്ങളൊക്കെ ബാപ്പാരുമാരൊക്കെ മരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജേഷ്ഠാനികന്മാർ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ പലരും മരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മനസ്സിൽ ചേർത്ത് വെക്കുന്ന, അതേ മായിച്ചു കളയാൻ പറ്റാത്ത ചില അടയാളങ്ങളാണ് നമ്മുടെ വാപ്പിയമ്മയൊക്കെ, അല്ലേ? നമ്മുടെ മനസ്സിൽ ചേർത്ത് വെക്കുന്ന, മായിച്ചു കളയാൻ പറ്റാത്ത ചില അടയാളങ്ങളാണ് നമ്മുടെ വാപ്പ. നമുക്ക് വേണ്ടി എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടു. എൻ്റെ പ്രിയങ്കരനായ പിതാവ് മരിക്കുമ്പോൾ 50 വയസ്സേ ഉള്ളൂ. നമുക്കൊന്ന് ഹെൽപ്പാക്കാൻ പറ്റിയില്ല വാപ്പാനെ. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഉമ്മാക്ക് വേണ്ടി, ജീവിച്ചിരിക്കുന്ന വാപ്പാക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിയപ്പെട്ടവരെ, ശരിക്ക് ചെയ്യണം, ആലോചിക്കണം, വിളിച്ച് ചോദിക്കണം. ഞാൻ ദുബായിൽ മലയാള ഖുത്ബ പറയുന്ന പള്ളിയിൽ, ദൽമൂക്ക് പള്ളിയിൽ കുറച്ചു കാലം ഞാൻ മലയാള ഖുത്ബ നടത്തിയിരുന്നു. ഷാർജയിൽ സലഫി, അപ്പുറത്ത് അജ്മാനിൽ റഫീഖ് സലഫി, ദുബായിൽ അബ്ദുസ്സലാം മോങ്ങായിരുന്നു. അദ്ദേഹം പോയ സമയത്ത് അവിടുത്തെ ഖുത്ബ നിർവഹിക്കുന്ന ഒരാളായി ഞാൻ അവിടെ കയറിയിരുന്നു. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഖുത്ബ കഴിഞ്ഞിട്ട്, അന്നെൻ്റെ വിഷയം മാതാപിതാക്കൾ എന്നായിരുന്നു, അയാളിങ്ങനെ തേങ്ങി കരയാണ്. ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയണത്? മൗലവി, ഞാൻ എന്നും വീട്ടിലേക്ക് വിളിക്കും, നെറ്റ് കോളിൽ വിളിക്കും, അരമണിക്കൂറൊക്കെയാണ് വിളിക്കുക, ചിലപ്പോൾ 1 മണിക്കൂർ, അരമണിക്കൂറൊക്കെ വിളിക്കും. ഞാൻ എൻ്റെ ഭാര്യയോടും മക്കളോടൊക്കെ ഇങ്ങനെ സംസാരിക്കും, വെറുതെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കൽ ഞാൻ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ എൻ്റെ ഉമ്മയാണ് ഫോൺ എടുത്തത്. ഉമ്മ എടുക്കലില്ല ഫോണ്. ഞാൻ ഭാര്യനോട് എൻ്റെ ഉമ്മക്ക് കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കും, ഇല്ലെങ്കിൽ അവളിങ്ങോട്ട് കൊടുക്കാമെന്ന് പറയലില്ല, ഞാൻ ചോദിക്കലുമില്ല. അപ്പോൾ ഒരു ഉമ്മയാണ് എടുത്തത് ഫോണ്. ഉമ്മ എടുത്തപ്പോൾ ഞാൻ, എൻ്റെ ഉമ്മാൻ്റെ സൗണ്ടാന്ന് എനിക്ക് മനസ്സിലായി. ഭാര്യ എടുക്കാത്തതിൻ്റെ ദേഷ്യത്തിൽ ഞാൻ റോങ് നമ്പർ എന്നാണ് കട്ടാക്കി. വീണ്ടും വിളിച്ചു ഞാൻ, അപ്പോഴും ഉമ്മ എടുത്തു, റോങ് നമ്പർ, ഞാൻ കട്ടാക്കി. ഇപ്പം ഇന്നത്തെ ഖുത്ബ ഇങ്ങനെ കേട്ടപ്പോൾ ഭാര്യനോട് ഇഷ്ടം പോലെ അരമണിക്കൂർ, 1 മണിക്കൂർ സംസാരിക്കുന്ന, നെറ്റ് കോള് വിളിക്കുന്ന, ഞാനെന്താ ഖുത്ബയിൽ പറഞ്ഞു, നിങ്ങളെ ഉമ്മാക്ക് 2 മിനിറ്റ് ഫോൺ കൊടുത്തിട്ട്, ഉമ്മ നിങ്ങളെ വർത്തമാനം എന്തമ്മ, നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അമ്മ, എന്തെങ്കിലും കൊടുത്തയക്കണം അമ്മ, ഞാനിവിടുന്ന് എൻ്റെ കൂട്ടുകാരൻ വരുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ അമ്മ, ചോദിക്കലുണ്ടോ നിങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ മനസ്സിലേക്ക് ആ വാക്ക് കയറി ചെല്ലുകയും അയാൾ വിങ്ങി കരയുകയും, ഞാൻ റബ്ബിനോട് മാപ്പ് ചോദിക്കാം, എനിക്ക് റബ്ബ് പുറത്തു തരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സംശയം ചോദിച്ച് കരയാണ് ഒരു ചെറുപ്പക്കാരൻ. നമ്മുടെ ഉമ്മാനെ പരിഗണിക്കേണ്ട സമയത്ത് വിട്ടു പിരിഞ്ഞിട്ട് അത് ചെയ്യാമായിരുന്നു, ഇത് ചെയ്യാമായിരുന്നു എന്ന് പറയൽ കരയില്ല. വാപ്പാനെ പോയി കഴിഞ്ഞതിന് ശേഷം ഖബറിൻ്റെ മുന്നിൽ ചെന്നിട്ട്, പടച്ചോനെ എൻ്റെ ഉപ്പാക്ക് വേണ്ടി അത് ചെയ്യാമായിരുന്നു, ഇത് ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. മരണം നമ്മളെ പിടികൂടുന്നതിന് മുമ്പ്, നമ്മുടെ വാപ്പയെ പിടികൂടുന്നതിന് മുമ്പ്, നമ്മുടെ ഉമ്മയെ പിടികൂടുന്നതിന് മുമ്പ്, നമ്മുടെ ജേഷ്ഠാനിയന്മാരെ പിടികൂടുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടി എന്തു ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് ആലോചിച്ച് ചെയ്യണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഞാൻ ആവശ്യപ്പെടുകയാണ്. കാരണം മരണം നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, പെട്ടെന്നനെയായിരിക്കും വരിക. ഒരേ കട്ടിൽ ഇങ്ങനെ കിടക്കുക വാപ്പയും ഉമ്മയും, പക്ഷെ ഉമ്മ മരിക്കുകയാണ്, വാപ്പാക്കറിയില്ല.
വാപ്പ മരിക്കണം ഉമ്മക്കറിയില്ല, ഉമ്മ മരിക്കുക വാപ്പാക്കറിയില്ല. ചിലപ്പോ ശക്തമായ അടി കിട്ടിയിട്ട് അകരം മരിക്കുക, മലക്കുകളുടെ അടി കിട്ടിയിട്ട്. അള്ളാഹു നമ്മുടെ മാതാപിതാക്കളെ നമ്മെ ഏറ്റവും നല്ല രൂപത്തിൽ മരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. മുഖത്തും മുതുകിലും ഇങ്ങനെ അടിക്കും മലക്കുകൾ. നമ്മുടെ വാപ്പ നമ്മുടെ അമ്മ നമ്മൾ മോശപ്പെട്ടവരാണെങ്കിൽ അടിച്ചിട്ട മരിപ്പിക്കുക, ശക്തമായ അടി. ആ അടി ഉണ്ടല്ലോ തൊട്ടടുത്ത് നിൽക്കുന്ന മനുഷ്യൻ കേൾക്കൂല. ഈ മരണവുമായി ബന്ധപ്പെട്ട് മയ്യത്ത് കൊണ്ടുപോകുന്ന സമയം ഖബറിലുള്ള അട്ടഹാസം ഇതൊക്കെ കേൾക്കും. ഇല്ല സഖലൈനി, 2 ടീം ഒഴിച്ച് ബാക്കിയുള്ളവർ ആരാ? 2 ടീം കേൾക്കൂല എന്നാണ് നബി പറഞ്ഞത്. ഒന്ന് അൽ-ഇൻസ് വൽ ജിന്ന്, മനുഷ്യനും ജിന്നും കേൾക്കൂല. എന്നാ ഖബറിന്റെ അടുത്തുള്ള ചില മൃഗങ്ങളൊക്കെ അവിടുന്ന് പോകും. ഇതിലേ ഖബറിന്റെ അടുത്തുള്ള ചില മൃഗങ്ങളൊക്കെ അവിടെ വല്ല പട്ടിയോ പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് ഓടിപ്പോവും. കാരണം അവർക്കൊക്കെ ചിലത് മനസ്സിലാവും, നമുക്കറിയില്ല. ഈ സൗണ്ട് എങ്ങാനും മനുഷ്യൻ കേട്ടിരുന്നുവെങ്കിൽ, മനുഷ്യനെങ്ങാനും അത് കേട്ടിരുന്നുവെങ്കിൽ ബോധരഹിതനായി വീടുമായിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റൂഹ് ഇങ്ങനെ ഖബറിലേക്ക് വെച്ചിട്ടേ റൂഹ് മടക്കും. നമ്മളെ കൊണ്ട് ഈ ഖബറിൽ വെച്ച് 6 അടി മണ്ണ് താഴ്ച ഒരു നേരെ മലർത്തി കിടത്താൻ കൂടി ഖബറിലെ സ്ഥലമല്ല. ഞാൻ ആ ഖബറിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അതാ ശ്രദ്ധിക്കല്. ഒന്ന് ശരി കമന്ന് കിടക്കാനുള്ള സ്ഥലം ഖബറിലില്ല. ഇഷ്ടംപോലെ ഏക്കറക്കണക്കിന് ഭൂമി പള്ളിക്കുണ്ടായിട്ട് ചെറിയ ഖബറ. അതാണ് എൻ്റെ നിയമം, അങ്ങനെ വെക്കുക ഖബർ. എന്നിട്ട് 3 അടി താഴ്ച, പിന്നെ 3 അടി അല്ലെങ്കിൽ 2 അടി അതിൻ്റെ ഉള്ളിൽ വെച്ച് മൂടുകല്ല് വെച്ച് 3 പിടി മണ്ണും വാരിയിട്ട് അതിൻ്റെ മേലെ വീണ്ടും മണ്ണ് സാധാരണ ഖബറാക്കി മാറ്റി നമ്മൾ തസ്ബീത്ത് ചൊല്ലി നമ്മൾ തിരിച്ചു പോരുമ്പോൾ അവിടേക്ക് 2 മലക്കുകൾ വരും. ഖബറിൽ കിടക്കുന്ന ആളെ എഴുന്നേൽപ്പിച്ചിരുത്തും. റൂഹ് മടക്കി കൊടുക്കും. അല്ലാന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ കിടക്കുന്ന മനുഷ്യനെ എഴുന്നേൽപ്പിച്ചിരുത്തും. റൂഹ് അങ്ങ് മടക്കി കൊടുക്കും. എന്നിട്ട് ചോദിക്കും, ഈ 2 മലക്കുകളും ചോദിക്കും, ആരാ നിന്റെ റബ്ബ്? ഉത്തരം കിട്ടൂല. ഇപ്പോ പുറത്ത് നിൽക്കുന്ന പള്ളിന്റെ പുറത്ത് അങ്ങാടിയിൽ നിസ്കാരമൊന്നും ഇല്ലാത്ത, ജീവിതത്തിൽ നിസ്കരിച്ചിട്ടില്ലാത്ത മുസ്ലിം പേരിട്ട ആളോട് ആരാ റബ്ബ് എന്ന് ചോദിച്ചാൽ അള്ളാന്ന് പറയില്ലേ? ഹിന്ദുക്കൾ പറയില്ലേ? ക്രിസ്ത്യാനികൾ പറയില്ലേ? നിരീശ്വരവാദിക്ക് പറയാൻ കിട്ടൂല അള്ളാന്ന്. പക്ഷേ നേരെ മരിക്കാത്തവൻ ഖബറിൽ ജീവിതകാലത്ത് അള്ളാന്ന് പറയാൻ കിട്ടിയവനാണെങ്കിലും ഖബറിൽ ചോദിക്കും, റബ്ബുക്ക്, ആരാ നിന്റെ റബ്ബ്? ഹദീസിൽ അങ്ങനെ പ്രയോഗിച്ചത്. എനിക്കറിയില്ല. ഈ ചെവിയുടെയും ഇടയിൽ 2 മലായിക്കത്തുകൾ അതിശക്തമായ ഒരു അടി അങ്ങോട്ട് അടിക്കും. ഹദീസിൽ വന്നതാ. ഒറ്റടിയാണ് പെരടിയുടെ ഭാഗത്ത്. അടിക്കുന്നതോടുകൂടി ഈ മനുഷ്യൻ മണ്ണിലേക്ക് അങ്ങ് ലയിച്ചു ചേരും. അടിയുടെ ശക്തി കൊണ്ട് മനുഷ്യൻ ഈ മണ്ണിലേക്ക് അങ്ങ് ലയിച്ചു ചേരും. വീണ്ടും എഴുന്നേൽപ്പിക്കുവാനെ. എന്നിട്ട് അടുത്ത ചോദ്യം, മാ ദീനുക്, എന്താ ദീന്? അടിക്കല്ലേ, എനിക്കറിയില്ല. ഖബറിൽ നടക്കുന്ന സംഭവ ഇതാ കേൾക്കുന്ന ജീവികൾ കേൾക്കുന്നു, മനുഷ്യൻ കേൾക്കൂലാന്ന്. അടുത്തുള്ള ജീവജാലങ്ങൾക്കൊക്കെ ഈ സൗണ്ട് കേൾക്കും. ഇങ്ങനൊരു സംഭവം വരാനുണ്ട് പ്രിയപ്പെട്ടവരെ. ഇത് കഥയല്ല, ഇത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വഹി, അള്ളാഹ് കൊടുത്ത വഹിയാണ്. അള്ളാഹ് വഹി പ്രകാരം അറിയിച്ചു കൊടുത്തതല്ലാതെ ദീനായി അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടില്ല, പറയുകയില്ല. അതുകൊണ്ട് ഇത് നാളെ അനുഭവിക്കാനുള്ളവരാണ് ചെറുപ്പക്കാരെ. ഏതോ മാടി വിളിക്കുന്ന പെൺകുട്ടിയുടെ ഇക്കിളിപ്പെടുത്തുന്ന വർത്തമാനം കേൾക്കുമ്പോ പടച്ചവനെ മറന്ന് മാതാപിതാക്കളെ മറന്ന് അവളുടെ വിളിക്ക് ഉത്തരം നൽകി പോകുമ്പോ, ഏതോ മാടി വിളിക്കുന്ന കാമുകന്റെ ഇക്കിളിപ്പെടുത്തുന്ന വർത്തമാനം കേൾക്കുമ്പോ നൊന്ത് പ്രസവിച്ച മാതാവിനെ വേദനിപ്പിച്ച് കടന്നു പോകുന്ന, അതെ, നിന്നെ പോറ്റി വളർത്തിയ തന്റെ പിതാവിനെ പുറങ്കാലുകൊണ്ട് തട്ടിമാറ്റി ഇക്കിളിപ്പെടുത്തുന്ന വർത്തമാനം പറഞ്ഞ കാമുകന്റെ വിളിക്കുത്തരം നൽകി കടന്നു പോകുമ്പോ, ദീന് വേണ്ട, ദുനിയാവ് വേണ്ട, എല്ലാം മറന്ന് കടന്നു പോകുമ്പോ, ഈ ഖബറിൽ നാളെ ഞാൻ ഒറ്റയ്ക്ക് കിടക്കേണ്ടി വരുമെന്ന ബോധമുള്ളവർക്ക് ചെയ്യാനാകുമോ ഈ തോന്നിവാസം? പറ്റുമോ? ഈ വൃത്തികേട് റമളാ മാസത്തിൽ അവർ പെൺകുട്ടി പോയത്, റമളാ മാസത്തിൽ നോമ്പ് 5-ന് 6-ന്
അവിടെയൊക്കെ മതം വേണ്ട എന്നൊക്കെ പറയുന്ന കുറേ ആളുകളുണ്ട്. ഞങ്ങൾ മതമില്ല, ഞങ്ങൾക്ക് മതം വേണ്ട, ഞങ്ങൾ ഒരു മതത്തിനും കൂട്ടു നിൽക്കുന്ന ആളുകളല്ല. അങ്ങനെ കൊണ്ടുപോയ ആളുകളൊക്കെ അമ്പലത്തിൽ കൊണ്ടുപോയി തൊട്ടും പൊടിയിച്ച് കേട്ടോ, എന്നിട്ടാ പിന്നെ കല്യാണം നടത്തല്. അത് വേറെ വിഷയമാണ്. ഒരു മതവും വേണ്ട എന്ന് പറയുന്ന ആളുകൾ വരെ കൊണ്ടുപോയിട്ട് അമ്പലത്തിൻ്റെ ആചാരപ്രകാരം കല്യാണം നടത്തല്. എന്നിട്ട് വലിയ ഫേസ്ബുക്കിലിടുക, റമദാൻ മാസത്തിൽ ഇവൾ എൻ്റെ കൂടെ പോന്നു, ഞങ്ങൾ അമ്പലത്തിൽ കല്യാണം കഴിഞ്ഞു, വളരെ സന്തോഷം, ഹാപ്പി, ഭയങ്കര ചിരിച്ചിക്കണ ഫോട്ടോ രണ്ടാളും. അള്ളാൻ്റെ ദീന് പഠിക്കാനേ 8ാം ക്ലാസ് വരെ 9ാം ക്ലാസ് വരെ മദ്രസയിൽ പോയിട്ട് റമദാൻ മാസത്തിൽ ദീനും വേണ്ട അന്ന് വരെ മഫ്തയിട്ടവൾ അയച്ചു വെച്ച് അതിൻ്റെ എല്ലാ അടയാളങ്ങളും മാറ്റിവെച്ച് താൽക്കാലികമായ ഒരു വൈവാഹിക ജീവിതത്തിൻ്റെ കാമുകൻ്റെ കൂടെയുള്ള താൽക്കാലിക ആസ്വാദനത്തിന് വേണ്ടി പടച്ചവൻ്റെ ദീനിനെ മുഴുവൻ തട്ടിക്കളഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ ഈ ഖബർ ഓർക്കണം, ഈ ഖബർ ഓർക്കണം. അടി കിട്ടിയിട്ടേ മരിക്കുക. യദ്രിബൂന വുജൂഹും വഅദ്ബാറഹും, മുഖത്തും മുതുകിലും അടിക്കുക. ദൂഖു അദാബൽ ഹരീഖ്, വേദനാജനകമായ ശിക്ഷ ആസ്വദിച്ചോ എന്ന് വിളിച്ചു പറയുന്ന മലക്കുകൾ. അടിക്കുമ്പോൾ ചോദിക്കും എങ്ങനെയുണ്ട് എന്ന്. മലക്കുകൾ നമ്മളെ മരിപ്പിക്കുക, ഒരൊറ്റ അടി എന്നോട് ചോദിക്കും എങ്ങനെയുണ്ട്, ഉഷാറല്ലേ? ആസ്വദിക്കടോ, ആസ്വദിക്ക്. നിനക്ക് റബ്ബ് ഒരുപാട് നിഅമത്ത് നൽകിയതാണ്, അതിനൊക്കെ നീ ധിക്കാരം ചെയ്തു. പടച്ചവൻ നിനക്ക് ഒരുപാട് നന്നാവാനുള്ള ചാൻസ് നൽകിയതാ. ഏത് ഡ്രൈവിംഗ് പഠിക്കണോനും ഒന്ന് എഡ്ജിറങ്ങും, പക്ഷെ പിന്നെ ശരിയാവില്ല. അതുകൊണ്ട് മനുഷ്യരെ നമുക്കൊക്കെ ഒരു എഡ്ജിറങ്ങലുണ്ടാവും, പക്ഷെ കയറണം വേഗം. പിന്നെ എഡ്ജ് കൂടി അങ്ങോട്ട് പോകലല്ല, അങ്ങോട്ട് കയറണം. കയറിയിട്ട് നേരെ റൂട്ടിലൂടെ പോകണം. അതാ ജീവിതം, അതാ ജീവിതം. ഞാൻ അവസാനിപ്പിക്കുന്നു. റബ്ബ് മരണം എന്നതിൻ്റെ ഒരു ചെറിയ കോർണറാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളത്. പടച്ചവൻ കൂടുതൽ പഠിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഖബറിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒറ്റക്കാണെന്നുള്ള ബോധം, ആ ഖബറിലേക്ക് റൂഹ് മടക്കി ചോദ്യം ചെയ്യുമ്പോൾ ഒരാൾ നമ്മളെ സഹായിക്കാനില്ല. ഇവിടെ പരീക്ഷയ്ക്ക് അടുത്ത ആളോട് ചോദിക്കുന്ന ആളുകളുണ്ട്, അല്ലേ? ഒരു അപകടം നടന്ന ഓടി വരാൻ ആളുണ്ട്, അതെ, ബൈക്കിൽ നിന്ന് വീണ ആളെ രക്ഷിക്കാൻ ആളുണ്ട്, അപകടത്തിൽപ്പെട്ടവരെ പിന്നെ ഡ്രൈവിംഗ് പോസ്റ്റിലിരുന്ന ആളെ അല്ലെങ്കിൽ അവിടെ സീറ്റിലിരുന്ന ആളെ മാറ്റി പറയാൻ ആളുണ്ട്. ഒക്കെ ഉണ്ട് ലോകത്ത്. ഇവിടെ പല പല സംവിധാനങ്ങളും പലതും ശരിയും തെറ്റുമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഖബറിൽ നമ്മളൊറ്റക്ക, ആരുമില്ല നമ്മളെ സഹായിക്കാൻ. നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളെ വാപ്പ മരിച്ചാലും ഖബറിൻ്റെ അടുത്ത് കുറേ നേരം നമ്മൾ നിൽക്കൊന്നുമില്ല. എല്ലാവരും തസ്ബീഹ് ചൊല്ലി, ചിലപ്പോൾ എല്ലാവരും പോയാലും നമ്മളെ വാപ്പയാണ്, നമ്മളെ ഭാര്യയാണ്, നമ്മളെ മോനാണ്, നമ്മുടെ ജ്യേഷ്ഠനാണ്, നമ്മുടെ അനുജനാണ്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുതൽ നിന്നേക്കാം അവിടെ, പിന്നെ നമ്മളും പോരും പതുക്കെ. അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുവരും ആരെങ്കിലും, സാരല്ല വാ പോവുക, ഇവിടെ നിന്നിട്ട് എന്താ കാര്യം, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഒറ്റക്കാണ് ആ ഖബറിൽ, നമ്മൾ ഒറ്റക്കാണ് ആ ഖബറിൽ. തലയുടെ ഭാഗത്തിരുന്ന് ഇപ്പം 2 മലക്കുകൾ വരും, ഇങ്ങനെ ചോദിക്കും, ഇങ്ങനെ പറയണം. ഈ ട്യൂഷൻ കൊണ്ടൊന്നും കാര്യമില്ല, ഈ ട്യൂഷൻ കൊണ്ടൊന്നും കാര്യമില്ല. അതൊക്കെ ജീവിതത്തിൽ കൊടുക്കേണ്ട കാര്യമാണ്, ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിതത്തെ നന്നാക്കാൻ ശ്രമിക്കുക, ജീവിതത്തെ നന്നാക്കാൻ ശ്രമിക്കുക. ചാൻസ് റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ തളിപ്പറമ്പ് പള്ളിയിൽ വന്ന് ഈ ക്ലാസ് കേട്ടവർ ഒരാൾക്കും ഈ പറയുന്ന എനിക്ക് തീരെ നിങ്ങൾക്കൊട്ടും പടച്ചവന്റെ മുമ്പിൽ പറയാൻ പറ്റില്ല. എന്ത്? പടച്ചവനെ ഞങ്ങൾക്കറിയില്ലായിരുന്നു, മരണത്തെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ലായിരുന്നു, ഖബറിനെ കുറിച്ച് ഞങ്ങൾക്കറിയില്ലായിരുന്നു. മയ്യത്ത് കൊണ്ടുപോകുമ്പോ കദ്ദിമൂനി, വേഗം കൊണ്ടുപോകണേ, വേഗം കൊണ്ടുപോകണേ എന്ന് ഈ നല്ല മനുഷ്യൻ മരിച്ചെങ്കിൽ വിളിച്ചു പറയുമെന്ന് പറഞ്ഞത് ഞങ്ങൾക്കറിയുമായിരുന്നില്ല. ചീത്ത മനുഷ്യനാണ് മരിച്ചതെങ്കിൽ കൊണ്ടുപോകല്ലേ, കൊണ്ടുപോകല്ലേ, അഖിറൂനി അഖിറൂനി, ഇവിടെ വെക്ക് കൊണ്ടോല്ലേ എന്ന് പറയുന്നൊരു ഘട്ടം ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ല. 6 അടി മണ്ണിൽ ഞങ്ങൾ ഒറ്റക്കാണ്. ചോദ്യമുണ്ട്. സ്വർഗത്തിൽ നിന്നൊരു കവാടം നല്ലവനാണെങ്കിൽ തുറക്കും, നരകത്തിൽ നിന്നൊരു കവാടം ചീത്ത മനുഷ്യനാണെങ്കിൽ തുറക്കും. ഇത് നിനക്ക് ചെന്നിരിക്കാനുള്ള സ്ഥലമാണെന്ന് പറയും. അറിയില്ലായിരുന്നു റബ്ബേ, ഇങ്ങനെ കോടതി അറിയില്ലായിരുന്നു റബ്ബേ, ഇങ്ങനൊരു വിചാരണ അറിയില്ലായിരുന്നു റബ്ബേ, ഇങ്ങനൊരു രേഖ കയ്യിൽ കിട്ടുമെന്ന് അറിയില്ലായിരുന്നു റബ്ബേ എന്ന് നാളെ പരലോകത്ത് പറയാൻ ഒരു ചാൻസും ഇല്ലാത്തവരാണ് ഞാനും നിങ്ങളും, ഒരു ചാൻസും ഇല്ലാത്തവരാണ്. അതുകൊണ്ട് എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. റബ്ബ് എനിക്കും നിങ്ങൾക്കും കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീക്ക് അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും വിട്ടു പുറത്ത് മാപ്പ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹനാപകടങ്ങളിൽ, അതുപോലെ തന്നെ ദുരന്തങ്ങളിൽ, സുനാമി, ഇതുപോലെ എത്രയെത്ര അപകടങ്ങളാണ്. അപ്പോൾ മറീന ബീച്ചിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാ. മറീന ബീച്ചിൽ എത്ര മനുഷ്യരാണ് മരിച്ചത്? നമ്മളൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണ്, അധികം ആൾക്കാരും. നമ്മളൊക്കെ എത്ര ഈ തളിപ്പറമ്പിലൂടെ, ഹൈവേയിലൂടെ, ഇനിയിപ്പോൾ 6 ലൈൻ വരിക, എന്നാൽ തന്നെ എത്ര സ്പീഡിലായിരിക്കും പോവുക? എത്ര സ്പീഡിലായിരിക്കും? മാക്സിമം ഇപ്പോൾ പോണത് 80, 90, 100ഒക്കെയാണ്. എന്നാൽ തന്നെ ക്യാമറ അടിക്കും.
അത് പിന്നെ ലീഗലല്ല. ശരി, എന്നാൽ തന്നെ ഒരു 100ൻ്റെ മേലെ നമ്മുടെ വാഹനം പോയാൽ നമ്മുടെ നാട്ടിലെ റോഡും നമ്മുടെ വാഹനമൊക്കെ ഒന്ന് ചെറിയൊരു വൈബ്രേഷനൊക്കെ ഉണ്ടാവും, നല്ല വാഹനം അല്ലെങ്കിൽ. അന്ന് തിരമാല വന്നത് 1526 കിലോമീറ്റർ വേഗതയിലാണ്. പത്രം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അന്ന് റിപ്പോർട്ടുകൾ. എത്ര? 1526. ഒന്ന് ആലോചിച്ച് നോക്കുക വേഗത. നമ്മൾ കാറിൽ നമ്മൾ കൂടെ പോവുക, മോൻ്റെ കൂടെ ഡ്രൈവറെ കൂടെ പോവുക, ഒരു 80 എത്തുമ്പോൾ പറയും കുറച്ച് സ്പീഡ് കുറക്കിട്ടോ, പതുക്കെ പോയാൽ മതി, കുറച്ച് സ്പീഡ് കുറയ്ക്ക്. 80, 90 സ്പീഡ് കുറക്കാൻ പറയണേ നമ്മൾ. വേണ്ടാന്ന്, അത് ഇവിടെ അനുവദിച്ചതല്ല. ഗൾഫിലൊക്കെ 120, 130, 140, അതിൻ്റെ അപ്പുറം ഒന്നും പോകണില്ല, ഇല്ല, അത്രേ ഉള്ളൂ. അന്ന് തിരമാല, അതാ വരുന്നു തിരമാല എന്ന് പറഞ്ഞ് മറീന ബീച്ചിൽ നഗ്നകൾ, അർദ്ധനഗ്നകൾ, തോന്നിയവാസികൾ, വൃത്തികേടന്മാർ, നല്ല മനുഷ്യന്മാർ കാണാൻ പോയവർ പലരുണ്ടാവാം. ഇതാ വരുന്നു വെള്ളം എന്ന് പറഞ്ഞ് വെള്ളം പെട്ടെന്ന് കടലിനോട് ഉയർന്നതാ. 1526 കിലോമീറ്റർ വേഗതയിൽ മറീന ബീച്ചിനെ ലക്ഷ്യം വെച്ച് തിരമാലകൾ പർവ്വതം കണക്കെ, കുന്ന് കണക്കെ ഇങ്ങോട്ട് കയറി വന്ന് 100 കണക്കിന് മനുഷ്യന്മാരെ വെള്ളം കുടിപ്പിച്ച് മരിപ്പിച്ച് തിരമാല തിരിച്ചടു പോയി. ഇങ്ങനെ പരന്ന് കിടക്കിയ മനുഷ്യന്മാർ മരിച്ചിട്ട് ഉന്തുവണ്ടിയിൽ വെച്ചിട്ട് മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോയത്. ഉന്തുവണ്ടിയിൽ വെച്ചിട്ട് എത്ര പെട്ടെന്നാ! 1526 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഓടി രക്ഷപ്പെടാൻ പറ്റുമോ? കഴിയോ? പടച്ചോൻ ശിക്ഷിക്കാൻ വിചാരിച്ചാൽ, പരീക്ഷിക്കാൻ വിചാരിച്ചാൽ പടച്ചോൻ ഇതൊക്കെ എളുപ്പമാണ് സുഹൃത്തുക്കളെ. നമുക്ക് തോന്നാം നമ്മളൊക്കെ നല്ല വലിയ കുപ്പായം, പാൻറ്റും, തുണിയും, ഷോപ്പും, കച്ചവടം, ബിസിനസ്സും, വീടും, കെട്ടിടവും, മതിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളൊക്കെ വലിയ ആൾക്കാരാന്നൊരു തോന്നലാ അല്ലേ? പടച്ചോൻ വിചാരിച്ച ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നമ്മളെ മുഴുവനും ഇല്ലാതാക്കാൻ കഴിയും. അതുകൊണ്ട് വിനീതരാവുക, വീണ്ടും വിനീതരാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് റബ്ബ് നമുക്ക് മാപ്പ് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, നിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾ മരിച്ചിട്ടുണ്ട് അല്ലാ, എൻ്റെ ഉപ്പടക്കം. നിങ്ങളുടെ കൂട്ടത്തിലെ ഉപ്പമാർ, ഉമ്മമാർ, ജ്യേഷ്ഠാനിയന്മാർ, അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ, മക്കൾ, നമ്മുടെ ബന്ധുക്കൾ, മുഅ്മിനീങ്ങളായ ആളുകൾ, ഈ മഹലിൽപ്പെട്ട സത്യവിശ്വാസികളായ ആളുകൾ പലരും നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ, അവിടെ ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാ. ഞങ്ങൾക്കു നീ നല്ല മരണം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. കാലവിപത്തുകളിലും പരീക്ഷണങ്ങളിൽ ഞങ്ങളെ നീ അകപ്പെടുത്തരുത് റബ്ബേ. അള്ളാഹുവേ, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചു മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. നല്ല മലായിക്കത്തുകൾ വന്ന് നല്ല സംസാരത്തിൽ നല്ലൊരു വിധത്തിൽ റൂഹ് പിടിച്ച് ആകാശത്തിൻ്റെ മേലാപ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇത്രയും വലിയ സൗഭാഗ്യവാൻ ആരാണ് ഈ റൂഹിൻ്റെ ഉടമ എന്ന് മലക്കുകൾ ചോദിക്കുകയും സന്തോഷിക്കുകയും ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുകയും ചെയ്യുന്ന മഹനീയമായ സ്ഥാനം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അടികിട്ടി വേദനയോടുകൂടി അട്ടഹസിച്ച് അള്ളാഹുവേ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് പിന്നീട് അങ്ങോട്ട് ശിക്ഷയുടെ മാലപ്പടക്കം പോലെ വെറും ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു യാത്ര ഞങ്ങൾക്ക് നീ ഒരിക്കലും നൽകാതെ ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പടച്ചവനെ നിൻ്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹുവേ നീ കാരുണ്യവാനാണ്, റഹീമാണ്, റഹ്മാനാണ്, നീ പുറത്ത് മാപ്പ് നൽകണേ അല്ലാ. പലസ്തീനിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, മക്കൾ വേദനിക്കുന്നു. അള്ളാഹുവെ നീ അഭയവും ആശ്രയവും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങൾ കൊടുക്കുന്ന വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയാത്ത വിധത്തിൽ റബ്ബേ നീ തന്നതിൽ നിന്ന് നിന്റെ മാർഗത്തിൽ കൊടുക്കുന്ന ഭാഗ്യവാന്മാരിൽ സത്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.